ആ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് GSTR 1 ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് 3Bയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഫയൽ ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ GSTR 1 പിന്നെ 1A ഉണ്ട്, 1ന്റെ അമെൻമെന്റ് ആണ്. ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പോൾ GSTR 1 GSTR 3B ആണ് നമ്മൾ സാധാരണ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടേൺസ്. 1A പിന്നെ 1ന്റെ ഒരു അമെൻമെന്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ 1ന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ 3Bയുടെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ 3B നിങ്ങൾ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിൽ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട്. ഒന്ന്, GSTR 1 നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 1 ഫയൽ ചെയ്തിട്ടാകുമ്പോൾ അതിന്റെ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ GSTR 3Bയിൽ ഔട്ട്വേർഡ് സപ്ലൈ ഒക്കെ ചെക്ക് ചെയ്യുന്നത്. 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായാലും GSTR 3B ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് 1ന്റെ പ്രാധാന്യം. അപ്പോൾ GSTR 1 അതുപോലെ തന്നെ രണ്ടാമത് വേണ്ടത് GSTR 2B എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ്. ജിബിൻ, ഞാൻ നിങ്ങളെ നേരത്തെ ആ റിട്ടേൺസ് അല്ല, ഐ മീൻ GSTന്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ജിബിൻ കേൾക്കുന്നില്ലേ? ജിബിൻ, ഞാൻ നിങ്ങളെ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അത് വേണ്ടിക്ക് ഷെയർ ചെയ്യാം. ഹലോ, കേൾക്കാം സാർ. ഈ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന ആരുതാണ്? ഒരു സെക്കൻഡ്, ഞാനത് ക്ലോസ് ചെയ്യാം. എന്റേതാണ്. ഓക്കെ. അപ്പോൾ GSTR 3B ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന് GSTR 1, അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് GSTR 2B ആണ്. അപ്പോ ഔട്ട്വേർഡ് സപ്ലൈന്റെ കാര്യത്തിലാണ് GSTR 1. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നില്ലായിരുന്നോ? സ്ക്രീൻ ഷെയർ ചെയ്ത് വന്നിട്ടില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ. ജസ്റ്റ് ഒന്ന് അതിന്റെ ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോ അതാണ്. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ GSTR 2B ആണ്. അപ്പോൾ 2B എന്തിനാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും കമ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്കിപ്പം കാണാം, ഇവിടുന്ന് നമുക്ക് വേറെ ഒന്നും ചെയ്യാം. ഇതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നില്ല. നമുക്ക് സാധാരണ റിട്ടേൺ ഫയലിംഗിന്റെ വിൻഡോയിൽ പോയിട്ട് അതിൽ പോയിട്ട് തന്നെ വേണം ചെയ്യാൻ. താഴോട്ടുണ്ടാവും. സ്ക്രീൻ കാണുന്നില്ലേ? ജിബിന് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെങ്ങനെയാണെന്നൊന്നും ആരെങ്കിലും റിപ്ലൈ ആവോ? കാണാം. വിനീത, നിങ്ങളൊന്ന് ലീവ് ചെയ്ത് ഒന്നുകൂടി ജോയിൻ ചെയ്തട്ടെ. ബുദ്ധിമുട്ടുള്ളവരങ്ങനെ ഒന്ന് ചെയ്യണേ. കാണാം. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്.
വിനിത ലോഗിൻ ആവാൻ ശ്രമിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതുന്നു സാർ. നമുക്കെന്തായാലും കണ്ടിന്യൂ സാർ. അവര് ജോയിൻ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാന്ന് കരുതുന്നു, അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യുമായിരുന്നു. അപ്പൊ അദ്ദേഹം ജോയിൻ ചെയ്യും ഇപ്പം. ബാക്കിയുള്ളവരും കുഴപ്പമില്ല. അപ്പൊ ഇതില് നമുക്ക് റിട്ടേൺ ഡാഷ്ബോർഡിലെയാണ് പോകാൻ പറ്റുക. റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ റിട്ടേൺസിന്റെ കാര്യങ്ങൾ, അതിന് മുന്നേ ഇയർ വന്നു. ഈ ഇയറിൽ ഏത് ക്വാർട്ടറാണ് നമ്മള് ഇപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യുന്ന മന്ത് ഏത് ക്വാർട്ടറിലാണോ ആ ക്വാർട്ടർ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട മെയ് മാസത്താണ്. നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സെർച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മാസത്തെ റിട്ടേൺസിന്റെ എല്ലാറ്റിന്റെ ഓരോ ടൈലായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതിൽ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ട്. GSTR 1 ഇവിടെ ഉണ്ട്. അതുപോലെ 2B ഉണ്ട്, പ്രിപ്പയർ ഓൺലൈൻ 3B ഉണ്ട്. അതുപോലെ ഓട്ടോ ഡ്രാഫ്റ്റഡ് ഡീറ്റെയിൽസ് ഓഫ് GSTR 2A. ഈ 2Aയും 2Bയും ഒരേ കാര്യമാണ്, പക്ഷെ രണ്ട് വിധത്തിലുള്ള ഡിസ്പ്ലേ ആണ് അതിൽ വരിക. അതായത് രണ്ട് ഇൻഫർമേഷൻ ആണ് അതിലുണ്ടാവുക. ഒരേ ബിൽസിന്റെ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ രണ്ടിലും കാണിക്കുന്നത്. പക്ഷെ ഒന്ന് നമുക്ക് 2B പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനും, മറ്റൊന്ന് അതായത് 2B അല്ല, സോറി 3B. 2B എന്ന് പറയുന്നത് നമുക്ക് 3B പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ 2A എന്ന് പറയുന്നത് നമുക്ക് പർച്ചേസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതായത് മന്ത്ലി പർച്ചേസ് നമുക്ക് ലെഡ്ജറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ 2A ആണ് കുറച്ചുകൂടി യൂസ്ഫുൾ. അപ്പോ ഈ 3B ഫയൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു GSTR 1 നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ GSTR 2Bയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മന്ത്ലി റിട്ടേൺ നമ്മൾ പ്രിപ്പയർ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. 3B ഒക്കെ നമുക്ക് എപ്പോഴും ഓൺലൈനിൽ ഫയൽ ചെയ്യുന്നതാണ് ബെസ്റ്റ്. കാരണം വെറും ഡാറ്റ മാത്രം എൻട്രി ചെയ്യല്ലേ വേണ്ടു, ഓരോ ഫിഗർ ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഫോമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ആണ് ബെസ്റ്റ്. ഓൺലൈൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഉണ്ടാവും ഓരോന്ന് ജനറേറ്റ് ചെയ്തു 3B ടേബിൾ. അതിന്റെ ടേബിളിൽ വരുന്ന ഫോം സ്റ്റാറ്റസ് GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ടോ, ഫയൽ ചെയ്തിട്ടുണ്ട്. GSTR 2B ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. GSTR 2B 3.1ലും 4Aയിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ റിവേഴ്സ് ചാർജിന്റെ കാര്യത്തിൽ 2Aയും 2Bയിൽ ജനറേഷൻ വന്നിട്ടുണ്ട്. സമ്മറി സ്റ്റാറ്റസ് ഇത് 3Bയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതും ഓക്കെയാണ്. നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ മുകളിൽ GST നമ്പർ ഉണ്ടാവും, അതുപോലെ ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്നുണ്ടാവും, ഈ ഇതിന്റെ ഓണറുടെ പേരെന്താണ്, ഇതിന്റെ രജിസ്ട്രേഷൻ ആരുടെ പേരിലാണോ അവരുടെ പേര് ഇവിടെ ഉണ്ടാവും. സ്റ്റാറ്റസ് നോട്ട് ഫയൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3B ഫയൽ ചെയ്തിട്ടില്ല, അതാണ്. റിട്ടേൺ പീരീഡ് മെയ് മാസത്തിലാണ്. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് 26 ആണ്. അപ്പൊ 26 എന്ന് പറയുമ്പോൾ നമ്മളെ ഡ്യൂ ഡേറ്റ് ശരിക്ക് കഴിഞ്ഞു. അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ ഉള്ളത് ഫസ്റ്റ് തന്നെ വരുന്നത് ടാക്സ് ഓൺ ഔട്ട്വാർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവാർഡ് സപ്ലൈസ്. അതാണ്. അതായത് നമ്മൾ 3.1 എന്ന് പറയുന്ന ടൈലില് അല്ലെങ്കിൽ ആ കോളത്തില് ആ ബോക്സിൽ വരുന്നത് നമുക്ക് എന്താണ്, GSTR 1 പ്രകാരം നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നതിന്റെ ഡാറ്റയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് പ്ലീസ് കൺഫേം ടു ബിലോ ഗൈഡ് ലൈൻസ് ഫോർ റീഫണ്ട് ഓഫ് IGST പെയ്ഡ് ഓൺ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം GSTR 1 ഫയൽ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് കസ്റ്റംസിൻ്റെതാണ്. അപ്പൊ ആ സൈറ്റുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യാം ഇത് പോവുക. നമ്മുടെ GSTR 1ലുള്ള എക്സ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ സൈറ്റുമായിട്ട് മാച്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് റീഫണ്ടോ എന്തുണ്ടെങ്കിലും തരികയുള്ളൂ. അതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓക്കെ അടിക്കുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ്, ആകെ 4-5 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈസ് അതർ ദാൻ സീറോ റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റ്. ഇതാണ് ഇവിടെ എയിൽ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈസ്, അതായത് ടാക്സബിൾ ആയിട്ടുള്ള ഔട്ട്വാർഡ് സപ്ലൈസ് നമ്മൾ GSTR 1 കൊടുത്തത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് ഇവിടെ വരും. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടെന്നല്ല, ഫ്യൂച്ചറിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ നമുക്കിത് മാറ്റിയാൽ ഇവിടെ വരും. പക്ഷെ ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ അത് ഈ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും GSTR 1
വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇവിടെ ഉണ്ട് ഹിയർ ഓൺ ടു 1A നോട്ട് ഓട്ടോ പോപ്പുലേറ്റഡ് ലയബിലിറ്റി ക്യാൻ ബി അമെൻഡഡ് ത്രൂ ഫോം GSTR 1A. കൈൻഡ്ലി ക്ലിക്ക് ഹിയർ ഓൺ GSTR 1A ലിങ്ക് ടു അമെൻഡ് യുവർ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GSTR 1A പോവുക. കാരണം 1 ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി 1A വെച്ചിട്ട് മാത്രമേ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റൂ. ഈ അമെൻഡ് ചെയ്യുന്ന 1A വെച്ചിട്ട് അമെൻഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ GSTR 3B ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ GSTR 3B ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1A ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഹൈഡ് ആവും എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആവും. അവിടെ ഉണ്ടാവും, പക്ഷെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് ഫ്രീസ് ആയിട്ടാണ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇപ്പം ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ GSTR 1A പോകും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ അതർ ദാൻ സീറോ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സംപ്റ്റഡ് അല്ലെങ്കിൽ അതേപോലെ നില്ല് ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് സീറോ റേറ്റഡ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം മൂന്നാം ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ സീറോ റേറ്റഡ് എന്ന് പറഞ്ഞ B ഉണ്ട്. അതർ ഔട്ട്വേർഡ് സപ്ലൈസ് നിൽ റേറ്റഡ് എക്സംപ്റ്റഡ് ഒക്കെ ഇവിടെയുണ്ട്. മൂന്നാമത് C ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് നമുക്ക് ചേർക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് നമ്മള് GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ചിലപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, GSTR 1ന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ ബില്ലില് നമുക്ക് 0% എല്ലാം കൂടി വരികയാണെങ്കിൽ അതായത് ടാക്സബിൾ അല്ലാത്ത നോൺ ടാക്സബിൾ സപ്ലൈയും ടാക്സബിൾ സപ്ലൈയും എല്ലാം വരികയാണെങ്കിൽ നമ്മൾ ആ ബില്ലാണ് GSTR 1 അപ്ലോഡ് ചെയ്യുന്നത്. B2B ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബില്ലിലുള്ള കംപ്ലീറ്റ്, ഇപ്പം ടാക്സ് ഇല്ലാത്തതാണെങ്കിൽ 0% എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അതങ്ങ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ബില്ല് ടോട്ടലൊക്കെ ടാലി ആവും. പലരും ചെയ്യാറില്ല. ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും മാച്ച് ചെയ്യാനും സംശയങ്ങളില്ലാതിരിക്കാനുമുള്ള ഒരു നല്ലൊരു കാര്യം. അങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ നമുക്കത് വെരിഫിക്കേഷൻ്റെ എല്ലാം ടൈമിൽ ബുദ്ധിമുട്ടില്ലാതെ പോകും. കാരണം ബിൽ ബൈ ബില്ല് നമുക്ക് കമ്പയർ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസിൽ നമ്മൾ 0% എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ടോട്ടൽ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് വരിക ഇവിടെ എയിൽ. അപ്പോൾ എയിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും തിരിച്ച് അത് നമ്മൾ 0% ഇതൊന്നും ഇവിടെ ബിയിലും സിയിലൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതൊക്കെ നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഇതിലേക്ക് ആഡ് ആയിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല് നമ്മുടെ GSTR 1ഉം 3Bയും മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, GSTR 1 0% ഒക്കെ B2B എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ അങ്ങനെ വേറെ ആയിട്ട് കാണിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് കാര്യം. പിന്നെ IGSTയില് ഇവിടെ നമുക്ക് കാണാം GSTR 1 എത്രയാ ഫിഗർ ഉള്ളത്. അതാണ് ഈ സിസ്റ്റം കമ്പ്യൂട്ടന്റ് എന്ന് പറയുന്നത്. യുവർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഇതിപ്പോ നമ്മൾ ഇതിൽ എൻട്രി മാറ്റിയിട്ടൊന്നുമില്ല, ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നതാണ്. അതിന് പുറമെ യുവർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ എൻ്റർ ചെയ്ത ഫിഗർ നമുക്ക് ഇപ്പോൾ ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ ആ ഫിഗർ. സിസ്റ്റം കമ്പ്യൂട്ടന്റ് എന്ന് പറയുന്നത് GSTR 1 എത്രയാണോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് പ്രകാരമുള്ള ടോട്ടൽ ടേൺ ഓവർ. അപ്പൊ ഇത് രണ്ടും മാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പൊ ഇവിടെ IGSTയിൽ ഒന്നുമില്ല, 0 ആണ്. CGSTയിൽ 3960 ഉണ്ട്. SGST സെയിം എമൗണ്ട് ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. CGST SGST ഒരേ എമൗണ്ട് ആയിരിക്കും. പിന്നെ സെസ്സിലൊന്നുമില്ല. പിന്നെ ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ 0 റേറ്റഡ്, അത് നമ്മളെ ഇവിടെ കേസിലില്ല. നമുക്ക് വേണ്ടിക്കൽ ഇവിടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അതായത് എയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്കത് ബിയിൽ ചേർക്കാം. ഇനി അതുപോലെ തന്നെ നിയർ റേറ്റഡ് ഒക്കെ സിയിലും ചേർക്കാം. ഇനി ഇവിടെ നാലാമത് വരുന്ന ഒരു സംഭവമാണ് ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. എന്താണത്? ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റിവേഴ്സ് ചാർജ്? RCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ RCM എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണഗതിയിൽ RCMനെ കുറിച്ച് പറയുകയാണെങ്കിൽ RCM ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ചില ഐറ്റംസിന് മാത്രമേ RCM പ്രകാരം ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. പക്ഷെ RCM എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ്
ഒരു രജിസ്റ്റേർഡ് ഡീലർ ഒരു അൺരജിസ്റ്റേർഡ് ഡീലറുടെ അടുത്ത് നിന്ന് ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സോ സർവീസോ വാങ്ങുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഗുഡ്സിന്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ സർവീസിന്റെ മുകളിൽ വരുന്ന ടാക്സ് ആദ്യം GST രജിസ്റ്റേർഡ് ഡീലർ ആയിരിക്കുന്ന ഈ ബയർ ആദ്യം ഗവൺമെന്റിലേക്ക് അടക്കുക. എത്ര പെർസെന്റേജ് ആണോ വരുന്നത് ആ പെർസെന്റേജ് ഗവൺമെന്റിലേക്ക് ആദ്യം അടക്കുക. എന്നിട്ട് അത് അതേ മാസം തന്നെ ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യും. ഇതാണ് RCM. അതായത് ഒരു രജിസ്റ്റേർഡ് ഡീലർ ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ ആയിരിക്കുന്ന ആളെടുക്കുകയാണ് ഏതെങ്കിലും ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിലുള്ള GST എമൗണ്ട് ഈ പർച്ചേസ് ചെയ്യുന്ന രജിസ്റ്റേർഡ് ഡീലർ ആദ്യം ഗവൺമെന്റിലേക്ക് അടക്കുക. അതായത് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് ഇവിടെ കാണിക്കുക. ദെൻ അതിനുശേഷം അതേ മാസം തന്നെ അത് ഇൻപുട്ടായിട്ടും ക്ലെയിം ചെയ്യാം. ഇതാണ് RCM എന്ന് പറയുന്നത്. RCMൽ ടാക്സ് അടക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യുക, ഇൻപുട്ട് പ്രകാരം കിട്ടും എന്നുള്ളതാണ്. RCMൽ ടാക്സ് അടക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന്റെ മുകളിലുള്ള ടാക്സ് ആദ്യം അടക്കുക. അതിന്റെ പിന്നിലുള്ള ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഡീലറുടെ അടുത്ത് നിന്നാണ് ഈ സാധനം വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്നേരം അവർക്ക് എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കും. എന്നിട്ടാണ് നിങ്ങൾ സാധനം വാങ്ങുന്നത്. അപ്പോൾ അയാൾ രജിസ്റ്റേർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവര് നിങ്ങളെ അടുക്കുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർ കളക്ട് ചെയ്യില്ല. അപ്പോ നിങ്ങൾ ഡയറക്റ്റ് അടക്കുക. ഈ ബയർ ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് ആദ്യം GST അടക്കുക. അതിനുശേഷം അത് അലൗബിൾ ആണ്, ഇൻപുട്ട് അലൗബിൾ ആണ്. കാരണം നമ്മൾ സാധാരണ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് രജിസ്റ്റേർഡ് ഡീലർ അടിക്കുന്നതാണ് വാങ്ങിയെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ടാക്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ടാക്സ് നമുക്ക് അവർ GSTR1 ഫയൽ ചെയ്ത് നമ്മുടെ 2Bയിലേക്ക് വരുന്നതോടുകൂടി നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനും പറ്റും. ഇതാണ്. അപ്പോൾ ഈ RCM തുടക്കത്തിൽ GSTയുടെ തുടക്കത്തിൽ RCM എല്ലാ ടാക്സബിൾ സർവീസിനും ഗുഡ്സിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിരുന്നു. ഏത് അൺരജിസ്റ്റേർഡ് ഡീലറുടെ അടുത്ത് നിന്നും ഒരു ടാക്സബിൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രജിസ്റ്റേർഡ് ഡീലർ അതിന്റെ മുകളിലുള്ള ടാക്സ് RCM വഴി അടക്കണമായിരുന്നു, ഗവൺമെന്റിലേക്ക് അടക്കണമായിരുന്നു. ഇത് സാധാരണ പർച്ചേസിന്റെ കേസിൽ മാത്രമല്ല, നമ്മളെ എക്സ്പെൻസിന്റെ കേസിൽ പോലും ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു രജിസ്റ്റേർഡ് ഡീലർ എന്ത് വാങ്ങിയാലും അത് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നു എന്നൊന്നും എവിടെയും പറഞ്ഞില്ല. എന്ത് വാങ്ങിയാലും അതിന്റെ മുകളിലുള്ള ടാക്സ് അൺരജിസ്റ്റേർഡ് ഡീലർ അടിക്കുന്നതാണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ മുകളിലുള്ള ടാക്സ് ഇവര് RCM ആയിട്ട് അടക്കേണ്ടി വരും. അപ്പോ ഈ ഒരു പ്രശ്നം ഇതൊരു വലിയൊരു പ്രശ്നമായി. കാരണം പ്രാക്ടിക്കലായിട്ട് ഇതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ഈ ഡിഫിക്കൽട്ടീസ് കൊണ്ട് എന്ത് ചെയ്തു, ഈ ടാക്സബിൾ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന സാധനങ്ങൾ വാങ്ങാനുള്ള സാധ്യത വളരെ കുറഞ്ഞു. അതായത് അവരത് ഡിസ്കറേജ് ചെയ്തു. ഇങ്ങനത്തെ ആളുകളുടെ അടുത്ത് നിന്നും അവർ സാധനം വാങ്ങാതെയായി. അപ്പൊ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു തൽക്കാലത്തേക്ക് ഇതൊരാവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതായത് സെക്യൂരിറ്റി ചാർജസ്, അതുപോലെ നമ്മുടെ എന്താ പറയാ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഇപ്പൊ റെന്റ്, ഇതിന്റെ മുകളിലൊക്കെ നിങ്ങൾ റെന്റ് ഇപ്പൊ വന്നതാണ്, മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് മാത്രമാണ്. അപ്പൊ അതിന്റെ മുകളിലുള്ള നിങ്ങൾക്ക് RCM ആയിട്ട് അടക്കണം, അത് നിർബന്ധമായിട്ടും അടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രൈറ്റ് സെക്യൂരിറ്റി ചാർജസ് ഒക്കെ രജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഈ ടാക്സ് അടക്കാനുള്ള ബാധ്യത ഹാൻഡ് ഓവർ ചെയ്യാം. ആർക്ക്? ബയർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതെന്താ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്പോർട്ടർ ആണ്, ട്രാൻസ്പോർട്ടർ രജിസ്റ്റേർഡ് ഡീലർ ആണ്. അപ്പൊ ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്തു, അവര് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബയർക്ക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുത്തു. അവരൊരു സാധനം അവർക്ക് പാർസലായിട്ട് കൊണ്ടുവന്നു, അതിന്റെ ഫ്രൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അവർ വാങ്ങും. അപ്പൊ അവർ വാങ്ങുമ്പോൾ അവർക്ക് ഓപ്ഷണലാണ്. എന്താണ് അവർക്കുള്ള ഓപ്ഷൻ? എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചാർജിൽ, അതായത് സാധാരണയുള്ളത് പോലെ GSTയും അടക്കം ഇവരടിക്കുന്നു, അതായത് ബയർ അടിക്കുന്നു, കളക്ട് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ എന്താണ്, നിങ്ങൾക്ക് ബയറുടെ അടുത്തുനിന്ന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ട, അത് നേരെ ബയർക്ക് പാസ് ഓൺ ചെയ്യാം. അതായത് ബയറോട് പറയുക,
നിങ്ങൾ GST അടച്ചോ, ഞാൻ GST ഒന്നും കളക്ട് ചെയ്യുന്നില്ല. അതപ്പോ അവരെ ഇൻവോയ്സിൽ കൃത്യമായിട്ട് പറയണം. നമ്മൾ ഇത് RCM-ലാണ്, അതുകൊണ്ട് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയണം. അത് രജിസ്റ്റേർഡ് ഡീലറുടെ കാര്യത്തിലാണ് ഈ രണ്ട് ഓപ്ഷൻ. മറ്റേ അൺരജിസ്റ്റേർഡ് ഡീലർ എന്തായാലും കൊടുക്കില്ല, കാരണം അവർ രജിസ്റ്റേർഡ് അല്ല, അപ്പൊ അതുകൊണ്ട് എന്തായാലും ടാക്സ് കളക്ട് ചെയ്യും. രജിസ്റ്റേർഡ് ഡീലറുടെ കേസിൽ ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷനും എടുക്കാം. അപ്പോൾ ആ രണ്ട് ഓപ്ഷനിൽ അവരേത് സ്വീകരിക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബയർ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻ കേസ് ഇവിടെ ഇപ്പോൾ ഒരു ഇൻവാർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജിൽ ഒരു 170 rupees വന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം D എന്ന് പറയുന്നതിൽ ടോട്ടൽ ടാക്സബിൾ വാല്യൂല് 170 എന്ന വാല്യൂ വന്നിട്ടുണ്ട്. ഈ 170 ഇവിടെ വരാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതില് ഇവിടെ സിസ്റ്റം കമ്പ്യൂട്ടറിലും 170 തന്നെയാണ്. ഇതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടർ ഇവർക്ക് സാധനം കൊടുത്തിട്ടുണ്ട്, ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം അവര് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, അതായത് ആ ട്രാൻസ്പോർട്ടർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് GSTR 1 ഫയൽ ചെയ്യുമ്പോഴേ അതിൽ ഇവരെ ഡീറ്റെയിൽസ് B2B ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ GSTR 1 ഒരു കോളം ഉണ്ട്, അട്രാക്ട് റിവേഴ്സ് ചാർജ് എന്നുള്ള ഒരു കോളം ഉണ്ട്. ആ കോളത്തിൽ യെസ് എന്നാണ് കൊടുത്തതെങ്കിൽ ആ ടാക്സ്, ആ അട്രാക്ട് റിവേഴ്സ് ചാർജ് എന്നുള്ളത് യെസ് കൊടുത്തത് കൊണ്ട് തന്നെ ഇവര് 2B വരുമ്പോഴും, അതായത് ഈ ബയർ ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള കേസിൽ നമ്മുടെ ഈ കക്ഷിയുടെ 2B വന്നിട്ടുണ്ടാവും ഈ 170 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. അതിൽ ആ 2B പറഞ്ഞിട്ടുണ്ടാവും ഇത് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അവിടെ ആ കോളത്തിൽ യെസ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരികയും ചെയ്യും, അപ്പുറം ഇൻപുട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇത് ഒരു രജിസ്റ്റേർഡ് ഡീലർ അടിക്കുന്ന വാങ്ങിയതായതുകൊണ്ടാണ്. ഇനി ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ അടിക്കാനാണ് ഇത് വാങ്ങിയതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ വരില്ല. അതപ്പോ നമ്മൾ മാനുവലി എൻറ്റർ ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അവിടെയാണ് റെന്റിന്റെ കാര്യത്തിലും അതാണ്. റെന്റ് ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ അടിക്കാനാണെങ്കിൽ മാത്രമേ RCM-ൽ അടക്കേണ്ടതുള്ളൂ. മറ്റേതാവുമ്പോൾ അവര് തന്നെ കളക്ട് ചെയ്യും, നമുക്കത് ഇൻപുട്ട് ആയിട്ടും ഇവിടെ വരില്ല. RCM അല്ല, ഫോർവേഡ് ചാർജ് തന്നെയാണ്, റിവേഴ്സ് ചാർജ് അല്ല. അപ്പൊ റിവേഴ്സ് ചാർജിലുള്ളത് ഈ സെക്യൂരിറ്റി ചാർജസ് രണ്ടാമത് വരുന്നത്. അപ്പൊ ഈ സെക്യൂരിറ്റി ചാർജസിനും ഇതേ ഓപ്ഷനാണ്. ഇനി ഇൻ കേസ് ഈ ട്രാൻസ്പോർട്ടർ റിവേഴ്സ് ചാർജിലല്ലാതെ ഫോർവേഡ് ചാർജ് ആയിട്ട് തന്നെ കാണിച്ചു എന്ന് വരികയാണെങ്കിൽ ഇവര് 2B വരുമ്പോൾ, അതായത് ഈ സർവീസ് റിസീവർ 2B വരുമ്പോൾ അവിടെ അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് എന്നുള്ള ആ കോളത്തിൽ നോ എന്നുണ്ടാവും. അപ്പൊ നോ എന്ന് വന്നാൽ നമുക്ക് ഇവിടെ എന്ത് വരില്ല? ഈ പറയുന്ന D എന്ന് പറയുന്ന കോളത്തിലേക്ക് അത് വരില്ല. അത് വരില്ല എന്ന് മാത്രമല്ല, നമ്മൾ അത് ചേർക്കാൻ വേണ്ടിയില്ല. കാരണം അത് അവര് ഫോർവേഡ് ചാർജിലാണ് അടച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ RCM ആപ്ലിക്കബിൾ ആയിട്ടുള്ള 170 rupees ഉണ്ട്. അതിന്റെ മുകളിൽ ടാക്സ് എത്രയാണോ പെർസെന്റേജ് വരുന്നത് അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? 5% ആണ് വരിക. ആ 5% ഇവിടെ IGST ആണ്. അതപ്പോ ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടർ ആണ്. അവിടെ വേറൊരു സ്റ്റേറ്റിലുള്ള ട്രാൻസ്പോർട്ടർ ആണ് ഈ സാധനം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോ 8.50 ഇവിടെ റിവേഴ്സ് ചാർജിൽ അടക്കാനുണ്ട്. പിന്നെ നോൺ GST ഔട്ട്വേർഡ് സപ്ലൈസ്. ഈ നോൺ GST ഐറ്റംസ് നിങ്ങൾക്കറിയാം, പെട്രോള്, ഡീസല്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, ഇതൊക്കെ നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ, നോൺ GST ഐറ്റംസ് ആണ്. നോൺ GST എന്ന് പറഞ്ഞാൽ GST-യിൽ ഉൾപ്പെടാത്തത്. അതിപ്പോഴും വാറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. കേരള ഗവൺമെന്റിന്റെ വാറ്റിലും അത് ഉൾപ്പെട്ടിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ KGST ആണ്, കേരള ജനറൽ സെയിൽസ് ടാക്സിലാണ് വരുന്നത്. പക്ഷെ വാറ്റിന്റെ ഫോംസിലൊക്കെ അത് നമ്മൾ കാണിക്കാറുണ്ടായിരുന്നു നോർമലായിട്ട്. അതിന്റെ മുകളിൽ അവിടുന്ന് ആ വാറ്റിന്റെ ഫോം ഫയൽ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ടാക്സ് ഒക്കെ ഫയൽ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പൊ നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഇതിനൊന്നും ടാക്സ് പുറത്തേക്ക് വരില്ല. കണ്ടില്ലേ? ഇത് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിന്റെ മുകളിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? അതിനാണ് ടാക്സ് കൊടുത്തുകൊണ്ടും ഇല്ലാതെയും വരാം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ 2 കോളം. ഇവിടെ ഒന്നേ ഉള്ളൂ. കാരണം എന്താ? എന്യൂമറേറ്റഡ്, എക്സംപ്റ്റഡ്, അതിന് ടാക്സ് വരില്ല. നാലാമത്തത് ഇൻവേർഡ് സപ്ലൈ ലയബിൾ ടു റിവേഴ്സ് ചാർജ്, അതിനേതും വരാം. ഇനി നോൺ GSTക്ക് എന്തായാലും ഒന്നുമില്ല, ടാക്സ് വരുന്നില്ല. കാരണം ഇത് GST-യിൽ പെടുന്നേ ഇല്ല. അപ്പൊ GST പ്രകാരം ടാക്സ് വരില്ല. അതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ടേബിളിൽ പറയാനുള്ളത്. നമ്മളിത് കൺഫേം അടിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ സപ്ലൈ നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 95 ഓഫ് ദ CGST ആക്ട്. ഇത് വരുന്നത് നമ്മുടെ എന്താണ്? ഈ
കൊമേഴ്സുകാർ വഴിയൊക്കെ വരുന്നതാണ്. ഇത് ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. ഇതിന്റെ ടാക്സ് അടക്കേണ്ടത് മറ്റവരാണ്. ആര്? നമ്മുടെ ഇലക്ട്രോണിക് ആ പ്ലാറ്റ്ഫോമിന്റെ ഓണർമാർ. അവര് ഇതിനടിക്കുന്ന ടാക്സ്, അതായത് കസ്റ്റമേഴ്സിന്റെ അടിക്കുന്ന ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കളക്ട് ചെയ്ത ടാക്സ് അവർ ഗവൺമെന്റിലേക്ക് അടച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ്, ഇതൊക്കെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആൻഡ് UIN ഹോൾഡേഴ്സ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന സപ്ലൈസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കൊടുക്കുന്നു. കണ്ടില്ലേ? അതുപോലെ മെയ്ഡ് ടു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. നമ്മൾ B2Bയിലൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇതിലേക്ക് വരും. B2B എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇവർക്കൊക്കെ. അൺരജിസ്റ്റേർഡിൻ്റെ മാത്രമേ നമ്മൾ ഇവിടെ ചേർക്കേണ്ടി വരും. മറ്റത് B2Bയിൽ നമ്മൾ കൊടുത്താൽ എന്തിൽ വരും? നമ്മുടെ GSTR 1 അത് കൊടുത്തിട്ടാകുമ്പോൾ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് ഇവിടെ വന്നോളൂ. മനസ്സിലായില്ലേ? അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി. ഇനിയാണ് എലിജിബിൾ ITC എന്ന് പറയുന്ന സംഭവം, ഇൻപുട്ട് ടാക്സ്. ഈ ഇൻപുട്ട് ടാക്സിൽ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? GST അടച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടും. അതുപോലെ ഇമ്പോർട്ട് ഓഫ് സർവീസസ്, ഇത് രണ്ടിലും ഇൻപുട്ട് വരുന്നത്. പിന്നെ വരുന്ന ഇൻവാർഡ് സപ്ലൈസ് ലയബിലിറ്റി റിവേഴ്സ് ചാർജ്. ഇവിടെ കണ്ടോ 8 രൂപ 50 പൈസ ഇവിടെ IGSTയിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ടാക്സബിൾ വാല്യൂ വരില്ല, വെറും ടാക്സ് മാത്രമേ വരും. അപ്പൊ IGSTയിൽ 8 രൂപ 50 പൈസ. നേരത്തെ കണ്ട നമ്മളെ ഔട്ട്വാർഡ് സപ്ലൈ ലയബിലിറ്റി റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന അവിടെ വന്നിരിക്കുന്ന ഫിഗർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ 8.5. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി നമ്മൾ എന്തെങ്കിലും അവിടെ അമെൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെന്റിന്റെ മുകളിലൊക്കെ വരുന്നത് നമ്മൾ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല. നമ്മൾ അത് ഇൻപുട്ട് ഇവിടെ ക്ലെയിം ചെയ്യണം. മനസ്സിലായില്ലേ? അത് വേറെ അടിച്ച് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിപ്പം മാറ്റി കൊടുത്താൽ നമ്മളിപ്പം ഇവിടെ വേറെ ഏതെങ്കിലും ഫിഗർ ഒരു 25 ഒക്കെ അടിച്ചാൽ കണ്ടില്ലേ, ഇതിപ്പോ റെഡ് ആയി. മനസ്സിലായോ? ഇത് റെഡ് ആവും. അതൊരു വാർണിംഗ് മെസ്സേജ് ആണ്. റെഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്ന് നമ്മളെ ഒന്ന് വാൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വിജിലന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളപ്പോ എന്തെങ്കിലും മിസ്റ്റേക്കിൽ അടിച്ചു പോയതാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ആക്ച്വലി എത്ര അവൈലബിൾ എന്നുള്ളത് ഇവിടെ കാണാം, 8.5. ഓക്കെ, ഇനി വരുന്നത് ഓൾ അതർ ഇൻവാർഡ് സപ്ലൈ ഫ്രം ISD. ISD എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും. അത് ഒരു ബൾക്കായിട്ട് വാങ്ങി അത് ഓരോ ബ്രാഞ്ചിലേക്ക്, സർവീസിന്റെ കേസിലാണ് അത് വരിക, ഓരോ ബ്രാഞ്ചിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ വരുന്നതാണ്. പൊതുവെ അങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാവാറില്ല ഇതൊന്നും. ഇതിൽ പറഞ്ഞ ഇമ്പോർട്ട് ഓഫ് സർവീസ് ഒക്കെ ചിലപ്പോഴുണ്ടാവാം, ഗുഡ്സും ഉണ്ടാവാം. പക്ഷെ ഈ ഇൻവാർഡ് സപ്ലൈസ് ഫ്രം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ റെയർ ആയിട്ടേ ഉണ്ടാവാറ്. പിന്നെ ഓൾ അതർ ITC എന്ന് പറയുന്നതിൽ ബാക്കിയെല്ലാം നമ്മളെ 2Bയിൽ വരുന്ന ബാക്കി എല്ലാം ഫുൾ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചാൽ അറിയാൻ പറ്റും ഇത് എത്രയാണ് നിങ്ങൾക്ക് 2Bയിൽ വന്നതിന്റെ ടോട്ടലാണ്. ഈ 2Bയിൽ വന്നതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 2Bയിൽ വന്നതിന്റെ നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ വരിക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2Bയിൽ B2Bയിൽ നിങ്ങൾക്ക് ഒരു 5,000 അല്ലെങ്കിൽ 600 ഉണ്ട് എന്ന് വിചാരിക്കുക. 600 ആണ് IGSTയിൽ ഉള്ളതെന്ന് വിചാരിക്കുക. പക്ഷേ അതിന് പുറമെ 2Bയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? 2Bയിൽ കുറെ ഷീറ്റ്സ് ഉണ്ടാവും. ആ ഷീറ്റിൽ ഓരോന്നിൻ്റെ അകത്തും ഇപ്പം എന്താണ് ക്രെഡിറ്റ് നോട്ട് ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ക്രെഡിറ്റ് നോട്ടിൽ കുറച്ച് എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് B2Bന്റെ ഇൻപുട്ടിന്റെ അകത്തുനിന്ന് ഈ ക്രെഡിറ്റ് നോട്ട്, അതായത് സാധാരണ B2B ഇൻവോയ്സിന്റെ GSTന്ന് ക്രെഡിറ്റ് നോട്ടിന്റെ GST കുറച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ ഇവിടെ വരൂ. അതായത് നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായില്ലേ?
ഇവിടെ നെറ്റ് എമൗണ്ട് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ B2Bയിൽ എടുത്ത് ടോട്ടൽ നോക്കിയാൽ ചിലപ്പോൾ ഇതുമായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ B2Bയിൽ ഇൻവോയ്സ് ഉണ്ടാവും, B2B അമെൻമെന്റ് ഉണ്ടാവാം, പിന്നെ അതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് നോട്ട് ഉണ്ടാവാം, അതിന്റെ അമെൻമെന്റ് ഉണ്ടാവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം ഈ ഫിഗറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നാൽ ഇത് ഫുള്ള് ആ നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാല് നമുക്ക് എലിജിബിൾ അല്ലാത്ത ITC നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് എലിജിബിൾ അല്ലാത്ത നമ്മളൊരു എക്സ്പെൻസിൻ്റെത് നമ്മൾ ഇപ്പം പൊതുവെ ബാങ്ക് ചാർജ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നമുക്ക് കോമൺ ആയിട്ട് എലിജിബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ITC ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സർവീസ് അല്ലെ ഗുഡ്സ് കിട്ടിയിരിക്കണം, കയ്യിലുണ്ടാവണം. അതായത് സർവീസ് കയ്യിലുണ്ടാവാൻ പറ്റില്ല, പക്ഷെ നമുക്കത് കിട്ടിയിരിക്കണം. രണ്ടാമത് എന്താണ്, ഈ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ബില്ല് ഇൻവോയ്സ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഈ ഇൻവോയ്സിന്റെ മുകളിൽ നമ്മുടെ GST നമ്പറും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻപുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ബാങ്ക് ചാർജിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മുടെ കയ്യിൽ ഒക്കെ ചിലപ്പോ ഇത് 2Bയിലേക്ക് വന്നിട്ടുണ്ടാവാം, അതൊരു പ്രൂഫാണ്. പക്ഷെ 2Bയിൽ വന്നത് കൊണ്ട് മാത്രം നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, 2Bയിൽ പലപ്പോഴും GST ഇപ്പം നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തത് കൊണ്ടാണ് 2Bയിലേക്ക് വരുന്നത്. അപ്പൊ അയാളോട് ഈ GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും GST നമ്പർ മാറിപ്പോയി B2Bയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരാളെ GST നമ്പറിന് പകരം വേറൊരാളെ GST നമ്പർ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ആയാലും അത് 2Bയിലേക്ക് വരും, ആ കക്ഷിയുടെ 2Bയിലേക്ക് വരും. ഇപ്പം നമ്മളതല്ലാത്ത ഒരു ഇൻവോയ്സ് B2Bയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പിന്നെ എന്താണ്, നമുക്ക് എലിജിബിൾ അല്ല, ആ ഇൻപുട്ട് നമുക്ക് എലിജിബിൾ അല്ല. അപ്പൊ B2Bയിൽ വന്നത് കൊണ്ട് മാത്രം എലിജിബിൾ ആണ് എന്നില്ല. അപ്പോ നമുക്ക് എന്താണ്, ഇൻവോയ്സ് കൃത്യമായിട്ട് കയ്യിലുണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത് 2Bയിൽ വന്നിരിക്കണം, GSTR 2Bയിൽ ഈ ഇൻവോയ്സസ് വന്നിരിക്കണം. എന്നാൽ മാത്രമേ, ഈ 3 കണ്ടീഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ല? പിന്നെ നാലാമതൊരു കണ്ടീഷനും കൂടിയുണ്ട്, സപ്ലയർ ടാക്സ് പേ ചെയ്തിരിക്കണം. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമുക്ക് വേറെ വഴിയില്ല. കാരണം അയാൾ 3B ഫയൽ ചെയ്യുമ്പോഴാണ് ടാക്സ് പേ ചെയ്യുക. അപ്പൊ അദ്ദേഹം 3B ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഇൻപുട്ട് എടുക്കാനുള്ള ഒരു സാധ്യത വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോ ഇൻപുട്ട് എടുക്കുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, ആ കക്ഷിയും പിന്നെ ടാക്സ് പേ ചെയ്യുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ. അപ്പോൾ അവർ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇൻപുട്ട് അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങ് എടുക്കും. ഇനി അവര് 3B ഫയൽ ചെയ്യാതെ വെച്ചാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നത്തിലേക്ക് വരും. അത് പിന്നെ നോട്ടീസൊക്കെ വരും. കാരണം GST ഡിപ്പാർട്ട്മെന്റിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം മറ്റവര് റിട്ടേൺ ഫയൽ ചെയ്താലില്ലെങ്കിലും അത് കൃത്യമായിട്ട് GSTന്റെ സൈറ്റിൽ കാണാൻ പറ്റുമല്ലോ. അതാണ് ഒരു കാര്യം. ഇനി ഈ ഇൻപുട്ടില് നമുക്ക് എലിജിബിൾ അല്ലാത്തത് നമ്മൾ ഇവിടെ റിവേഴ്സ് ചെയ്യുന്നു. ഇവിടെ അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇൻപുട്ടിന് കുറയും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ 551.60 8 രൂപയും അങ്ങനെയാണ് 560 രൂപയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അതിൽ നിന്ന് ഞാനൊരു 25 രൂപ ഇവിടെ കാണിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് 535 മാറി. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അടിച്ചാൽ റിവേഴ്സ് ചെയ്യും, അതായത് നമ്മുടെ ഇൻപുട്ട് ക്ലെയിം കുറയും. അതാണ് ഇവിടെ ഇങ്ങോളം വരുന്നത്. ഇനി അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ പെർമനന്റ് റിവേഴ്സൽ എന്ന് പറയും. കണ്ടില്ലേ? നോൺ റീക്ലൈമബിൾ ITC such as on account of Rule 38, 42, 43 of the CGST rules and ineligible ITC under section 17(5) shall be reported here. ഇങ്ങനത്തെ ഇൻപുട്ടുകളൊക്കെ ഇവിടെ നമുക്ക് എലിജിബിൾ അല്ലാത്ത, നമുക്ക് എടുക്കാൻ പറ്റാത്ത ഇൻപുട്ടുകളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുക. ഇനി അതേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റീക്ലെയിമബിൾ ആണ്. അതായത് നമുക്കിപ്പോ എന്താ പറയാ, നമ്മൾ ഒരു ഡൽഹിയിലുള്ള ഒരു പാർട്ടി, ഒരു സപ്ലയറുടെ അടുത്തുനിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങും.
അത് വാങ്ങിയത് ഇപ്പം ഏപ്രിൽ 30 ഇത് മെയ് മാസത്തെ റിട്ടേൺ ആണല്ലോ. ഏപ്രിൽ 30 അല്ല, മെയ് മാസത്തെ റിട്ടേൺ മെയ് 31 നമ്മൾ വാങ്ങും. മെയ് 31 വാങ്ങിയ ഒരു സാധനം ഡൽഹിയിൽ നിന്നാണ്, നമ്മൾ ഇവിടെ കേരളത്തിലുള്ളവരാണ്. അപ്പോ ആ സാധനം നമുക്ക് ഇവിടെ എത്താൻ ചിലപ്പോ 2-3 ദിവസമൊക്കെ എടുക്കും, ഇല്ലേ? അപ്പൊ അങ്ങനെ എടുത്തിട്ടാകുമ്പം നമുക്ക് ഇവിടെ എത്തുന്നത് ഇപ്പം ജൂൺ 2-ന് 3-നൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഇൻപുട്ട് നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പോ അത് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് സാധനം നമുക്ക് കിട്ടിയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 31-ന് അവര് 2B വന്നിട്ടുണ്ടാവും, കാരണം അവര് GSTR 1 ഫയൽ ചെയ്യുമ്പോൾ അവർ ആ മാസത്തെ സെയിലാണ്. അപ്പൊ 31 തന്നെ അവര് 31 സെയിലും കൂടി അവരെ മെയ് മാസത്തെ റിട്ടേണിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആ സാധനം കിട്ടുന്നത് ജൂണിലാണ്. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് പിന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അടുത്ത മാസം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത് നമുക്ക് രണ്ടാമത് ക്ലെയിം ചെയ്യാം, റീക്ലെയിമബിൾ ആണ്. അപ്പോ ആ എമൗണ്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കും. ആ റീക്ലെയിമബിൾ എന്ന് പറയുന്ന എമൗണ്ട് ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 600 വേണ്ട, അത് എക്സസ് ആയിരിക്കും. 500 രൂപ ഞാൻ റീക്ലെയിമബിൾ എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്, അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഇതോടുകൂടി നമുക്ക് ഇവിടെ കാണുന്ന ഫിഗർ നെറ്റ് ITC അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഫിഗർ ആണ് നമുക്ക് മാക്സിമം റിസീവബിൾ ആയിട്ടുള്ള ഇൻപുട്ട്. അതായത് ഈ ഇൻപുട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു റീക്ലെയിമബിൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത മാസം ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ITC റീക്ലെയിംഡ് വിച്ച് വാസ് റിവേഴ്സ്ഡ് അണ്ടർ ടേബിൾ 4B. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഇപ്പൊ നോക്കിക്കോ, ഞാനിവിടെ ഇവിടെ അടിച്ച 500 രൂപ നമുക്കിവിടെ കാണാൻ പറ്റും. ദ മാക്സിമം പെർമിറ്റഡ് എമൗണ്ട് ₹500. പൊതുവെ നമ്മൾ ഇവിടെ ആദ്യം ഈ മാസം അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് ചെയ്ത സാധനം ഇവിടെ ക്ലെയിം ചെയ്യില്ല. ഇവിടെ നമുക്ക് കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസത്തെ റിട്ടേണിൽ വല്ലതും റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്കിവിടെ കാണിക്കാൻ പറ്റുക. ഇത് വെറും ഈ അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വെറും ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. ഇത് നമ്മളെ റിട്ടേണിൽ എവിടെയും കാണില്ല, എവിടെയും ബാധിക്കില്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാല് നമുക്കിവിടെ ഈ റീക്ലെയിമബിൾ ഈ എമൗണ്ട് എനിക്കിവിടെ ഉണ്ട്. അപ്പൊ ഈ 500 രൂപ ഞാൻ അടുത്ത മാസം ക്ലെയിം ചെയ്യണം. അപ്പൊ ഇത് ക്ലെയിം ചെയ്യാൻ നമുക്ക് വേറെ ഇവിടെ കോളമൊന്നുമില്ല. ശരിക്കും ഇവിടെ അവര് ഈ ഫസ്റ്റിലത്തെ ITC അവൈലബിൾ എന്നുള്ളതിന്റെ ഇവിടെ എങ്ങാനും ഒരു കോളം കൊടുക്കായിരുന്നു അവർക്ക്. അത് അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെയൊന്നും ചേർക്കാനും പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് ആകെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഓൾ അതർ ITCയിൽ നമ്മൾ നേരെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ആഡ് ചെയ്ത് ഇത് മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ ഇത് മാറ്റിയാൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇത് നമ്മൾ ഉള്ളതിനേക്കാളും കൂടുതൽ വരുമ്പം എക്സസ് ആവുമ്പോൾ ഇത് റെഡ് ആവും. അപ്പോ റെഡ് ആവുമ്പോൾ ഞാൻ പറഞ്ഞു അത് റെഡ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ല, അത് ഒരു വാർണിംഗ് മെസ്സേജ് മാത്രമാണ്. നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതുപോലെ അങ്ങ് ചെയ്യാം. പക്ഷെ അത് നമ്മളോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിലും കൂടുതൽ നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. മനസ്സിലായില്ലേ? ഒരു വാർണിംഗ് മെസ്സേജ് മാത്രമാണ്. അപ്പോ അങ്ങനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ 5-ൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇത്ര ഞാൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, ITC റീക്ലെയിംഡ് ഇത്ര ഞാൻ റീക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഈ ഇവിടെ റിവേഴ്സ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ മാസം റിവേഴ്സ് ചെയ്തിരിക്കുന്ന സാധനം ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം രണ്ടാമത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കും. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ 551 പകരം കഴിഞ്ഞ മാസം ഈ 500 ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1051 എനിക്ക് ഇവിടെ ചേർക്കാം. ഇവിടെ ചേർത്തിട്ട് ഞാനിവിടെ 500 കൂടി ഇട്ടാൽ ക്ലിയർ ആണ്. എന്താണ്, റിട്ടേണിൽ ഇവിടെ 1051 ഉള്ളത്. പക്ഷെ ഞാനിവിടെ ശരിക്ക് 551 ഉള്ളൂ സിസ്റ്റം പ്രകാരം. പക്ഷെ ഞാനിവിടെ 500 രൂപ റീക്ലെയിം ചെയ്തതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം എനിക്ക് ആഡ് ചെയ്ത് അത് കിട്ടും. അപ്പോൾ റീക്ലെയിം ചെയ്യേണ്ടത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ എവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയും പോവില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് ഈ 2 കോഡവും കൊടുക്കുന്നത്. മനസ്സിലായില്ല? പിന്നെയുള്ളത് നമ്മൾ
POS റൂൾസ് പ്രകാരം റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന ഇത് ITC റിവേഴ്സ്ഡ് ഇന്നെലിജിബിൾ ITC. ഈ POS റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ 6 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നില്ലേ, 6 മാസത്തിനുള്ളിൽ ഈ GST ഒരു റൂൾ ഉണ്ട്. നിങ്ങളെ ഒരു സപ്ലയർക്ക് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അതിന്റെ പൈസ, അതായത് അയാൾ സപ്ലൈ ചെയ്തിരിക്കുന്ന സാധനത്തിന്റെ പൈസ കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ മുകളിലുള്ള ഇൻപുട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഞാനിപ്പം ഒരു ആളുടെ അടുത്ത് നിന്ന്, ഒരു സപ്ലയറുടെ അടുത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തു, സാധനം വാങ്ങി അതിന്റെ ഇൻപുട്ട് ടാക്സ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്തു. പക്ഷെ ഞാൻ 6 മാസം കൊണ്ട് അയാളെ പേയ്മെന്റ്, അതായത് ആ സാധനത്തിന്റെ വില തിരിച്ചു കൊടുക്കുന്നില്ല. ക്രെഡിറ്റിലാണ് ഞാൻ വാങ്ങിയത്, അപ്പൊ ആ പൈസ ഞാൻ തിരിച്ചു കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 6ാമത്തെ മാസം, എപ്പോഴാണോ 6 മാസം കംപ്ലീറ്റ് ആകുന്നത്, അത് ഏത് റിട്ടേൺ പീരീഡിലാണോ വരുന്നത്, ആ റിട്ടേണിൽ നിങ്ങൾ അന്ന് ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് എത്രയാണോ അത് റിവേഴ്സ് ചെയ്യണം, അത് ഗവൺമെന്റിലേക്ക് തിരിച്ചടക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോൾ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ആ ഇൻപുട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത് ആ സമയത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതിനൊക്കെ GST കുറെ കോംപ്ലിക്കേറ്റഡ് ആണ് പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ. ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ വളരെ വളരെ കോംപ്ലിക്കേഷൻ ആണ്. പലപ്പോഴും കുറെ നമുക്ക് എലിജിബിൾ അല്ലാത്തതുണ്ട്, റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്, ഇതൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇൻപുട്ട് ക്ലെയിം ചെയ്യേണ്ടത് ഈ ഒരു റൂളിന്റെ ബേസിലാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് വിചാരിച്ചതുപോലെ നമ്മളെ 2Bയിൽ വന്നത് കൊണ്ടോ അല്ലെ ബില്ല് നമ്മളെ കയ്യിലുള്ളത് കൊണ്ടോ ഒന്നും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റണം എന്നില്ല. അതാണ്. അപ്പോ ഇവിടെ നമ്മൾ ഇൻഫർമേഷന് വേണ്ടി മാത്രം കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കൺഫേം അടിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും, അത് നേരെ 2Bയിലേക്ക് ടൈലിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും, എലിജിബിൾ ITC എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് 5ാമത്തെ ബോക്സ് ആണ്. ഈ 5ാമത്തെ ബോക്സിൽ ചെറിയ കാര്യമാണ്, നമ്മുടെ വാല്യൂ ഓഫ് എക്സംപ്റ്റ് നിൽ റേറ്റഡ് ആൻഡ് നോൺ GST ഇൻവാർഡ് സപ്ലൈസ്. ഇൻവാർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പർച്ചേസ് അല്ലേ, ഫ്രം നമ്മൾ പർച്ചേസ്, ഏതൊക്കെ പർച്ചേസാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത്, ഫ്രം എ സപ്ലയർ അണ്ടർ കോമ്പോസിഷൻ സ്കീം എക്സംപ്റ്റ് ആൻഡ് നിൽ റേറ്റഡ് സപ്ലൈ. അതായത് മുകളിൽ ഹെഡിങ് എപ്പോഴും വായിച്ചു നോക്കുക, അതാണ് അതിന്റെ മെയിൻ ഹെഡിങ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ 2ാമത്തെ സബ്ബൊക്കെ വരുന്നത്. അതായത് വാല്യൂസ് ഓഫ് എക്സംപ്റ്റ് നിൽ റേറ്റഡ് ആൻഡ് നോൺ GST ഇൻവാർഡ് സപ്ലൈസ്. അപ്പൊ ഈ നോൺ GST ആയിട്ടുള്ള, നോൺ GST എന്ന് പറഞ്ഞാൽ ആൽക്കഹോള്, അതുപോലെ നമ്മുടെ പെട്രോള്, ഡീസലൊക്കെ, അതിന്റെ ഇൻവാർഡ് സപ്ലൈ പർച്ചേസ്. പിന്നെ അതുപോലെ എന്താണ് നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ എക്സംപ്റ്റഡ് ഒന്നും നമ്മൾ GSTR 1 കറക്റ്റ് ആയിട്ട് B2Bയിൽ എക്സംപ്റ്റഡിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ആ പർച്ചേസിന്റെ അകത്ത് അത് എക്സംപ്റ്റ് വേറെ കാണില്ല. അപ്പോൾ നമ്മുടെ 2Bയിൽ ഈ നോൺ ടാക്സബിൾ എക്സംപ്റ്റഡ് ഗുഡ്സ് ഒന്നും റിഫ്ലക്ട് ആയി എന്ന് വരില്ല. മറ്റവര് നമ്മുടെ സപ്ലയർ എങ്ങനെയാ കൊടുത്തത് അതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ റിഫ്ലക്ട് ആയിട്ടില്ലെങ്കിൽ ആ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടില്ല, GST ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് എത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ അണ്ടർ കോമ്പോസിഷൻ സ്കീമിലുള്ള ആളുകളുടെ അടുക്കേന്ന് വാങ്ങിയ എന്തെന്ന് എക്സംപ്റ്റ് നിൽ റേറ്റഡ് സപ്ലൈ, ഇതൊക്കെ ഇവിടെ ചേർക്കണം. അതിൽ 2 കോളം ഉണ്ട്, ഇന്റർ സ്റ്റേറ്റും ഉണ്ട്, ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട്. ഇത് ടോട്ടൽ കൊടുത്താൽ മതി. ടോട്ടൽ ഇന്റർ സ്റ്റേറ്റിലുള്ള ടോട്ടൽ എത്രയാണ്, ലോക്കലി ഉള്ള ടോട്ടൽ എത്രയാണ്, അതുപോലെ നോൺ GST സപ്ലൈന്റെ ഇന്റർ സ്റ്റേറ്റ് എത്രയാണ്, ലോക്കൽ എത്രയാണ്, ഇൻട്രാ സ്റ്റേറ്റ് എത്രയാണ്, ഇത് രണ്ടും കൊടുക്കുക. അത് പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈൽ, 5ാമത്തെ ടൈല് കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ ഫോർ പ്രീവിയസ് ടാക്സ് പീരീഡ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഫിഗർ ആണ്. നമുക്ക്
വേണമെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റിന്റെ കാര്യം ലേറ്റ് ഫീ ഓട്ടോമാറ്റിക് ആണ്, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, ചിലപ്പോൾ വരില്ല. വന്നിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. റീകമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ ഉണ്ട്, ചിലപ്പോ അത് വർക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെ വരാത്ത കേസിൽ നമുക്ക് ഉറപ്പാണ് കഴിഞ്ഞ മാസം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയിട്ട് അതുപോലെ ടാക്സ് പേബിൾ ഉണ്ടായിരുന്നു, അതായത് ടാക്സ് പേബിളിന്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരിക. അപ്പോൾ ടാക്സ് പേബിൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റിട്ടേൺ ഫയലിംഗ് ലേറ്റും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് പേബിൾ ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നില്ല എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, GST ഡിപ്പാർട്ട്മെന്റ് പിന്നീട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു നോട്ടീസ് ഒക്കെ ആക്കിയിട്ട് അയച്ചു തരും. മനസ്സിലായില്ലേ? അപ്പോ ഇത് ഇവിടെ വേറെ ഒന്നുമില്ല, ലേറ്റ് ഫീ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺഫേം അടിക്കുക. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 3B നമ്മൾ എന്ത് ചെയ്താലും സേവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സെക്കൻഡ്, ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇത് ഞാൻ മാറ്റിയിട്ടില്ല, ഒരു 500 രൂപ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. 01. അപ്പോ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് വരും. ഈ പ്രൊസീഡ് ടു പേയ്മെന്റ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രിവ്യൂ കാണാം. പ്രിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്ന് ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് എടുക്കുക. പ്രൊസീഡ് ടു പേയ്മെന്റ് എടുത്താൽ നമ്മൾ ഇവിടെ എത്തും. ഇവിടെയാണ് നമ്മൾ പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. അപ്പൊ ഈ പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് രണ്ട് കാര്യം, ക്യാഷ് ലെഡ്ജറും അതുപോലെ ക്രെഡിറ്റ് ലെഡ്ജർ എന്നും പറഞ്ഞ് രണ്ട് ലെഡ്ജറിനെ ഇവിടെ കാണാൻ പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് 3 ലെഡ്ജറാണ് ഉള്ളത്. വേറെയും സബ് ആയിട്ടുള്ള വേറെ 1-2 ലെഡ്ജറും കൂടിയുണ്ട്. അപ്പോൾ ഈ 3 ലെഡ്ജറിൽ ഒന്ന് ക്യാഷ് ലെഡ്ജർ ആണ്, ഒന്ന് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്, ഒന്ന് ലയബിലിറ്റി ലെഡ്ജർ ആണ്. ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കുന്ന ടാക്സ് എമൗണ്ട് ഈ ക്യാഷ് ലെഡ്ജറിലാണ് പോയി നിൽക്കുക. മനസ്സിലായില്ലേ? നമ്മൾ എത്ര ടാക്സ് അടച്ചാലും അത് ക്യാഷ് ലെഡ്ജറിൽ പോയി നിൽക്കും. അവിടെ ഒരു ക്യാഷ് ബുക്ക് ഉണ്ട്, നമ്മളെ പേരിൽ ഒരു ക്യാഷ് ബുക്ക് ഉണ്ട്, ആ ക്യാഷ് ബുക്ക് പോയി നിൽക്കും. അതാണ് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ക്രെഡിറ്റ്, ഇൻപുട്ട് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്താൽ ഇവിടെ വരും. അത് ഇവിടെ ഉണ്ട്, ക്രെഡിറ്റ് ലെഡ്ജർ ബാലൻസ് ഇൻക്ലൂഡിങ് എന്താണ്, കറന്റ് മന്ത്സ് ക്രെഡിറ്റ്. ഈ മാസത്തെ ക്രെഡിറ്റ് അടക്കമുള്ളതാണ് ഈ IGST ഈ ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇവിടെ കാണിക്കുന്ന ബാലൻസ്. ഈ മാസത്തെ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞില്ല, കാരണം ഈ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി മാത്രമേ ക്ലെയിം ആവുകയുള്ളൂ. അപ്പൊ ഈ മാസത്തെ ക്രെഡിറ്റ് ലെഡ്ജറിൽ പോയാൽ നമുക്ക് ഈ എമൗണ്ട് കാണാൻ പറ്റില്ല. കാരണം എന്താ, ഈ മാസത്തെ നമ്മളിപ്പോ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നേ ഉള്ളൂ. ക്രെഡിറ്റ് ലെഡ്ജറിൽ ഡയറക്റ്റ് വരണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ക്രെഡിറ്റ് ലെഡ്ജറിൽ വരൂ. ഇവിടെ നമുക്ക് പക്ഷെ ആ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഈ മാസത്തെ ഇൻപുട്ടും കൂടി കൂട്ടിയിട്ടുള്ള ഫിഗറാണ് ഇവിടെ. ഇതെന്തിനാ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്കിവിടെ ക്രെഡിറ്റ് ലെഡ്ജറിലും ക്യാഷ് ലെഡ്ജറിലും എത്ര ബാലൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ ഇനി എത്ര എമൗണ്ട് നമ്മൾ അടക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ നമ്മള് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് വേറെ ഇവിടെ വരില്ല, മുകളിൽ വരില്ല. അത് നമ്മൾ താഴെ എന്താണ് നമ്മുടെ ലയബിലിറ്റി എന്ന് ഇവിടെ കാണാൻ പറ്റും. എന്താണ് നമ്മുടെ ലയബിലിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഡിസ്ക്രിപ്ഷൻ IGST, CGST, SGST, സെസ്, ഇത് കോമൺ ആണ്. ഇനി നെറ്റ് ടാക്സ് പേബിൾ, അത് ഇവിടം വരെയാണ്. ആദ്യത്തെ 2 കോളം ചേർന്നിട്ടുള്ള ഒരു മെയിൻ കോളമാണ് നെറ്റ് ടാക്സ് പേബിൾ, അല്ലെ? ഈ നെറ്റ് ടാക്സ് പേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജ് ആൻഡ് സപ്ലൈസ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 9(5) അതർ ദാൻ റിവേഴ്സ് ചാർജ്. മനസ്സിലായില്ലേ? റിവേഴ്സ് ചാർജിന്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതർ ദാൻ റിവേഴ്സ് ചാർജ് അല്ലാത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? റിവേഴ്സ് ചാർജ് ഇതാ ഇവിടെ 9 രൂപ വന്നിട്ടുണ്ട് നമ്മൾ IGSTയിൽ.
അതർ ദാൻ റിവേഴ്സ് ചാർജിൽ നമുക്ക് CGST 3960, SGST 3960 ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റിലത്തെ കോളം ടാക്സ് പേയബിൾ. ഇനി എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് നെഗറ്റീവ് ലയബിലിറ്റി ഓഫ് പ്രീവിയസ് ടാക്സ് പീരീഡ്. ഈ നെഗറ്റീവ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മള് ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നതിൽ വരുന്ന പ്രശ്നങ്ങളാണ്. റിവേഴ്സ് ചാർജ് ആൻഡ് സപ്ലൈസ് മെയ്ഡ് അതർ ദാൻ റിവേഴ്സ് ചാർജ്. ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. പണ്ട് നമുക്ക് ഈ കോമ്പോസിഷൻകാര് ഇതിലൊക്കെ വരുത്തുണ്ടായിരുന്നു. ഇപ്പം വരാറില്ല. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പൊതുവെ അങ്ങനെ വരാറില്ല. കോമൺ ആയിട്ട് ഉള്ള ഒരു കേസ് അല്ല. മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത് നെറ്റ് ടാക്സ് പേയബിൾ. അതില് റിവേഴ്സ് ചാർജ് അതുപോലെ അതർ ദാൻ റിവേഴ്സ് ചാർജിൽ 3960 സെയിം. ഇതില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ കോളത്തിലുള്ള തന്നെയാണ് മൂന്നാമത്തേലും വന്നിരിക്കുന്നത്. ശരി. ഇനി എന്താണ്? പെയ്ഡ് ത്രൂ ITC കൊണ്ട് ഉപയോഗിച്ചിട്ട് പേ ചെയ്തിരിക്കുന്ന സാധനം. അപ്പോ ITC ഉപയോഗിച്ചിട്ട് പേ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കിവിടെ ITC ഇൻപുട്ട് മുകളിൽ നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ IGSTയിൽ 13,156 ഉണ്ട്, 2,08,103 CGSTയും SGSTയും ഉണ്ട്. ഓക്കെ, ഈ മൂന്നെണ്ണത്തിലും ഉണ്ട്. അപ്പോ അതിൽ നമുക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉപയോഗിച്ചിട്ട് പേ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ക്യാഷ് ഉപയോഗിച്ചിട്ട് പേ ചെയ്യില്ല, ഇല്ലേ? ഇൻപുട്ട് എന്ന് പറയുന്നതിന് നമുക്ക് എലിജിബിൾ ആയി തിരിച്ചു കിട്ടേണ്ട പൈസ പോലത്തതാണ്. അപ്പൊ അത് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി എന്നും പേയബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ക്യാഷ് ആയിട്ട് അടക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ITC ഇൻപുട്ട് ടാക്സ് വേണ്ടും പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ 3960 മാത്രമേ ഇൻപുട്ട് വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ഇൻപുട്ട് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം IGST കംപ്ലീറ്റ് തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് CGSTയും SGSTയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഇൻപുട്ടിൽ നിങ്ങൾക്ക് IGSTന്റെ ഇൻപുട്ടായിട്ട് കുറെ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഫസ്റ്റ് തീർത്തിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് CGSTയും SGSTയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ ക്രോസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ IGST എന്ന് പറയുന്ന എമൗണ്ട് നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ GST എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ 18% എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 18% IGSTന്റെ റേറ്റ് ആണ്. അപ്പോൾ അതിൽ 50%, അതായത് 18ന്റെ 50% എന്ന് പറയുമ്പം 9%. ഈ 9% നമ്മൾ CGSTയും അതുപോലെ 9% സ്റ്റേറ്റിന്റെ SGSTയും ആണ്. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നമുക്ക് ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഇൻപുട്ട് നമുക്ക് IGSTയിലുണ്ട്, CGSTയിലുണ്ട്, SGSTയിലുണ്ട്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് 3 എണ്ണത്തിലും ഉണ്ട്. IGST ഇവിടെ ഉണ്ട്, CGST ഇവിടെ ഉണ്ട്, SGST ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതിന് 3ലും ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് നോക്കൂ, ഇവിടെ 13,138 ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. നമുക്കിത് മാറ്റി കൊടുക്കാം. പക്ഷെ മാറ്റിയാലും IGST കംപ്ലീറ്റ് എക്സോസ്റ്റ് ആയാലും മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. IGSTയിലുള്ള ഇൻപുട്ട് ഇവിടെ 13,186 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പുറം ചേർക്കാൻ പറ്റില്ല. കാരണം ഇത് തീരണം. മനസ്സിലായില്ലേ? ഇത് തീരണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വേറെ, അതായത് SGSTയിലോ CGSTയിലോ ഒക്കെയുള്ള എമൗണ്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, SGSTയിലുള്ള ഇൻപുട്ട് SGSTക്കും IGSTക്കും വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതായത് SGSTന്റെ ഔട്ട്പുട്ടിനോ അല്ലെ IGSTന്റെ ഔട്ട്പുട്ടിനോ എഗെയിൻസ്റ്റ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തോന്ന്? SGST ഇൻപുട്ട്. അതുപോലെ CGST ഇൻപുട്ട് CGSTന്റെ ഔട്ട്പുട്ടിന് അഗെയിൻസ്റ്റോ അല്ലെങ്കിൽ IGSTന്റെ ഔട്ട്പുട്ടിന് അഗെയിൻസ്റ്റോ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് അല്ലാതെ CGSTന്റെ ഇൻപുട്ട് SGSTന്റെ ഔട്ട്പുട്ടിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോ ഈ IGST ആണ് നമുക്ക് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്നത്. IGST ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, SGST ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, CGST ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ?
അപ്പൊ IGSTയിൽ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം IGSTന്റെ ഔട്ട്പുട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ നമുക്ക് CGSTന്റെതും SGSTന്റെ ഒന്നിക്കൽ ഈക്വൽ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതിനെങ്കിലും ഒന്നിന് കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? പക്ഷേ IGSTയിലുള്ള ഇൻപുട്ട് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് CGSTയിലുള്ള ഇൻപുട്ടോ SGSTയിലുള്ള ഇൻപുട്ടോ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈവൻ അത് ഇപ്പൊ CGSTന്റെ ഔട്ട്പുട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് CGST ഉപയോഗിക്കണമെങ്കിൽ പോലും ആദ്യം IGSTയിലുള്ള ഇൻപുട്ട് തീർന്നിരിക്കണം, എന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ ഇതാണ്. ഇത് കഴിഞ്ഞാൽ ഇത് നമുക്ക്, പക്ഷെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു 9 രൂപ IGST ഉണ്ട് അല്ലേ? ആ 9 രൂപ IGSTക്ക് നമുക്ക് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ പെയ്ഡ് ത്രൂ ITC എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 9 രൂപ അടിച്ചാല് എന്ത് സംഭവിക്കുന്നു നോക്കാം. കണ്ട, ഇവിടെ റെഡ് ആയുണ്ട്. ഇവിടെ റെഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ 9 രൂപ നമുക്ക് ഇൻപുട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് കാര്യം. അതുകൊണ്ടാണ് അവിടെ അന്നേരം റെഡ് ആയത്. ആ റെഡ് പിന്നെ പോകില്ല. അപ്പോ അതാണ് കാര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന സാധനം RCMൽ വരുന്ന ഒരു ടാക്സ് ലയബിലിറ്റി നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്തേ പറ്റൂ. ഇൻപുട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് ലെഡ്ജറിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ബാങ്കിലെ നമ്മൾ അടച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു 9 രൂപ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇനി ഞാൻ പറഞ്ഞു, അത് IGST ഇത് മാത്രമല്ല, RCM മാത്രമല്ല, ഇൻട്രസ്റ്റ് പേയബിൾ ഉണ്ടെങ്കിലും അതുപോലെ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്, കണ്ടില്ലേ, ഇൻപുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ലേറ്റ് ഫീ പേയബിൾ ഉണ്ടെങ്കിലും ലേറ്റ് ഫീ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരിക, ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? ലേറ്റ് ഫീ പേയബിൾ ഉണ്ടെങ്കിലും, അതായത് ഇൻട്രസ്റ്റ് പേയബിള്, ലേറ്റ് ഫീ പേയബിള്, RCM ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാവുന്നത് ക്യാഷ് ആയിട്ട് പേ ചെയ്യുക. ഇവിടെ യൂട്ടിലൈസബിൾ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മളെ ക്യാഷ് ലെഡ്ജറിലുള്ള ബാലൻസ് ആണ്. അപ്പൊ ക്യാഷ് ലെഡ്ജറിൽ ഇവിടെ ബാലൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വരുന്നില്ല. ഇല്ലെങ്കിൽ അവിടെ ക്യാഷ് ലെഡ്ജറിൽ ബാലൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എമൗണ്ട് ഇവിടെ വരുമായിരുന്നു. അത് നമുക്ക് ഈവൻ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനു ഉപയോഗിക്കായിരുന്നു? RCM പേ ചെയ്യാനും ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇൻപുട്ട് വെച്ചിട്ട് RCM നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 9 രൂപ അടക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താവും? ചെലാൻ ജനറേറ്റ് ആവും. നേരെ അവിടെ നിന്ന് ചെലാൻ ജനറേറ്റ് ആവാം, ജനറേറ്റ് ചെയ്യാം. അവിടെ ഇത് IGST പേബിള് 9 റുപ്പീസ് ഉണ്ട്. ആ 9 റുപ്പീസ് ഉണ്ട്. ആ 9 റുപ്പീസ് നമുക്ക് പേബിൾ ആയിട്ടുണ്ട്. ഇനി ടോട്ടൽ ചെലാൻ എമൗണ്ട് ₹9 ഓൺലി. നമ്മൾ ഇത് എന്ത് വഴി പേ ചെയ്യാൻ പറ്റും? ഈ പേയ്മെന്റ് വഴിയാണ് പേ ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ചെലാൻ എടുത്താൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ചെലാൻ ജനറേറ്റ് ചെയ്ത് വെക്കാം. മനസ്സിലാക്കുക. ഇനിയാണ് ഇവിടെ പ്രിഫേർഡ് ബാങ്ക്സ് വരും. അപ്പോൾ നമ്മൾ ഏത് ബാങ്കാണോ സെലക്ട് ചെയ്യുന്നത്, I agree ഒക്കെ അടിച്ച് മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ബാങ്കിന്റെ സൈറ്റിലേക്ക് പോകും. അവിടെ നമുക്ക് യൂസർ ID പാസ്വേഡ് ഒക്കെ അടിച്ച് ബാങ്കിന്റെ OTP ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്താൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ നമ്മൾ തിരിച്ച് ഇതിന്റെ പേയ്മെന്റ് നടത്തിയതിന്റെ ഇത് ഒരു ലിങ്ക് ആണ് വരും. ചെലാൻ സക്സസ്ഫുള്ളി പെയ്ഡ് വരും. അപ്പോ അങ്ങനെ പെയ്ഡ് എന്ന് പറഞ്ഞ് വന്നാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെലാൻ അവിടുന്ന് കാണാനും പറ്റും. പിന്നെ നമുക്ക് തിരിച്ച് ഈ സൈറ്റിലേക്ക്, അതായത് നമ്മളെ റിട്ടേൺ ഫയലിംഗിന്റെ സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വരാൻ പറ്റില്ല. ഇവിടെ തന്നെ വരാൻ പറ്റും. ബാക്ക് സ്പേസ് അടിച്ചാല്, ബാക്ക് അടിച്ചാൽ ഇവിടെ തന്നെ വരും. അപ്പൊ ഇവിടെ എത്തിയാല് ജിബിൻ, ഹലോ, ഇവിടെ എത്തിയാല് ജിബിൻ, സാർ നമുക്ക് അതൊന്ന് പേയ്മെന്റ്, ഞാനിപ്പോ ഒന്ന് സാർ UPI സെലക്ട് ചെയ്തു, പേയ്മെന്റ് ചെയ്തിട്ട് അത് കാണിച്ചു കൊടുക്കുന്ന വിധത്തില് ഇതെന്തായാലും പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. സാർ UPI സെലക്ട് ചെയ്യാൻ എടുത്തു, ഈ പേയ്മെന്റ് എടുത്തു, ജനറേറ്റ് ചെലാൻ എടുത്തു, UPI പേ. ഞാനിവിടെ ചെലാൻ ജനറേറ്റ് ചെയ്തില്ല, ഞാൻ വേറൊരു വിധത്തിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ ചെലാൻ ജനറേറ്റ് ചെയ്ത് വെച്ചു.
നമുക്കിപ്പോ ഒരു ക്ലയന്റിനോട് പറയുകയാണ്, നമുക്കിപ്പോ പലപ്പോഴും യൂസർ ഐ ഡി പാസ്വേഡും ബാങ്കിന്റെ ഒക്കെ എടുത്തു വെക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നതും മറ്റുള്ള ഒരു തേർഡ് പാർട്ടിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, യൂസർ ഐ ഡി പാസ്വേഡ് ഇതൊന്നും നമ്മൾ സൂക്ഷിക്കാത്തതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നാളെ ഏതെങ്കിലും ഒരു വിധത്തിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ അടക്കം അവര് സംശയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, യൂസർ ഐ ഡി പാസ്വേഡ് ഇതൊന്നും നമ്മൾ സൂക്ഷിക്കാത്തതാണ് നല്ലത്. ചില കേസിൽ നമുക്ക് എന്താ വെച്ചാൽ OTP വരുന്ന, ഇപ്പൊ SBI ഒക്കെ ആണെങ്കിൽ OTP വന്നിട്ടാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ആവുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അവരറിയാതെ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റില്ല. എന്തായാലും മറ്റുള്ള കേസിൽ വെറും ചിലപ്പോ നമുക്ക് HDFC ബാങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിന്നെ OTP വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അവിടെ നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ ബാങ്കിന്റെ വാങ്ങി വെക്കുന്നത് വെറുതെ എന്നല്ല, റിസ്ക് ആണ്. നാളെ അവർക്കൊരു എന്തെങ്കിലും കേസിൽ ബാങ്കിലൊക്കെ എന്തെങ്കിലും പ്രാക്ടീസസ് വന്നാൽ അത് നമ്മളെ അടക്കം സംശയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. ഓക്കെ, ഇവിടെ നമ്മൾ പ്രിഫേർഡ് ബാങ്ക്സ് സെലക്ട് ചെയ്യുന്നു. ഫെഡറൽ ബാങ്ക്, സർ UPI ബാങ്കിങ് എടുത്തു, UPI സെലക്ട് ചെയ്ത സൗകര്യം. ഏതാണ് ബാങ്ക്? ഫെഡറൽ ബാങ്ക് എടുത്തോ. ഏതാ? ഫെഡറൽ ബാങ്ക്. ഓക്കെ, ദെൻ മേക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. പേ നൗ കൊടുക്കുന്നു. ഞാൻ UPI ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ QR കോഡ് വരും. അപ്പൊ ഈ QR കോഡ് ഷോ ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ജിബിന്റെ അവിടെ കാണാമല്ലോ അല്ലെ? സ്കാൻ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പേ ചെയ്തു. നമ്മൾ നേരെ തിരിച്ച് ഇവിടെ എത്തി. കണ്ടില്ലേ, യുവർ പേയ്മെന്റ് ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വ്യൂ ചെലാൻ, വ്യൂ റെസീറ്റ് കാണാൻ പറ്റും. ഇതാണ് ചെലാൻ. ഇവിടുന്ന് ഡൗൺലോഡും ചെയ്യാം. വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ചെലാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ഇതിന്റെ അകത്തൊക്കെ ബാക്ക് എന്ന് പറയുന്ന ഒരു എയറോ ഒക്കെ ഉണ്ടാവും, ബട്ടൺ ഉണ്ടാവും. ഇവിടെ ബാക്ക് എന്നുള്ള ബട്ടൺ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെ മുകളിലുള്ള ആ ബാക്ക് ബട്ടൺ, ക്ലിക്ക് ടു ഗോ ബാക്ക്, ഹോൾഡ് ടു സീ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ചാല് അല്ലെങ്കിൽ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ ഈ ബാക്ക് ബട്ടൺ അമർത്തിയാൽ നേരെ പുറത്തേക്ക് പോയി കഴിയും. അപ്പൊ ഇവിടെ ഇതില് ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സെലക്ട് ചെയ്യാം. നമ്മൾ കണ്ടിന്യൂ അടിക്കുന്നു. കണ്ടിന്യൂ അടിച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഇവിടെ വന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ലെഡ്ജറിൽ ഒരു ടോട്ടൽ 9 രൂപ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പൊ അടച്ച ഈ 9 രൂപ IGST ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിക്കും? അവൈലബിൾ ക്യാഷ് ബാലൻസസിൽ ആ 9 രൂപ വരും. യൂട്ടിലൈസബിൾ ക്യാഷ് ബാലൻസിലേക്ക് ആ 9 രൂപ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വന്നതുകൊണ്ട് തന്നെ എന്തായി? അഡീഷണൽ ക്യാഷ് റിക്വയർഡ് ക്ലോസ് ആയി. കണ്ടില്ലേ? ഇവിടെ എല്ലാം 0 ആയി. അപ്പൊ ഇത് ഇങ്ങനെയാണ് പേയ്മെന്റ് നടത്തുക. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇൻപുട്ട്, ഇതിലിപ്പം നമ്മുടെ ഇൻപുട്ടൊക്കെ ഇവിടെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന, എന്നാൽ പോലും നമ്മൾ ടൈപ്പ് ചെയ്തതിന് തുല്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇതൊക്കെ അടിച്ചു വെച്ചിരിക്കുക. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് 3 ലെഡ്ജർ ഉണ്ട്. ക്രെഡിറ്റ് ലെഡ്ജർ, ക്യാഷ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് 3 ലെഡ്ജർ ഉണ്ട്. അപ്പൊ ഈ 3 ലെഡ്ജറിലായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഓരോ ഫിഗേഴ്സ്. അതായത് ക്യാഷ് ലെഡ്ജറിൽ ഇപ്പോൾ 9 രൂപയുണ്ട്. ക്രെഡിറ്റ് ലെഡ്ജറിൽ പറഞ്ഞ ഈ വലിയ എമൗണ്ട് ഉണ്ട്. പക്ഷെ 3960 നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഓരോന്നിനും വേണ്ടിയിട്ട്. ലയബിലിറ്റി ലെഡ്ജറിൽ ഈ 9 രൂപ RCM ഉണ്ട്. അതുപോലെ അതർ ദാൻ RCM 3960 രൂപയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജേണൽ ഇട്ടിട്ട് പാസ് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോ 3 ലെഡ്ജർ അക്കൗണ്ട് ആണ്. ഓരോ അക്കൗണ്ടിലുള്ള എമൗണ്ട് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇടണം? നമ്മൾ സാധാരണ ബുക്സിലാണെങ്കിൽ ജേണൽ ഇടും അല്ലെ? ക്യാഷ് ഇല്ലല്ലോ, ക്യാഷ് ഇവിടെ ബാധിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജേണൽ ഇട്ട് ഒഴിവാക്കും അല്ലെ? ആ ജേണൽ രജിസ്റ്റർ, ജേണൽ ഇടുന്ന എൻട്രീസ് ഇവിടെ ഇവരെ സിസ്റ്റത്തിലും പാസ് ചെയ്യണം ശരിക്കും.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മേക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്താൽ എന്താണ്, അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഐ ഹിയർ ബൈ കൺഫേം ആൻഡ് ആക്സെപ്റ്റ് ഓൺ ഫോളോയിങ് പോയിന്റ്സ്. എന്തൊക്കെയാ? എൻ റെക്കോർഡ് ഓഫ് IMS ഡാഷ്ബോർഡ് where no action taken shall be considered as deemed accepted. മനസ്സിലായില്ലേ? നമ്മൾ IMS പോയിട്ട് ഒന്നും ആക്സെപ്റ്റ് ചെയ്യോ, നോ ആക്ഷൻ, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഷാൽ ബി കൺസിഡേർഡ് ആസ് ഡീംഡ് ആക്സെപ്റ്റഡ്. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതുപോലെ അത് ട്രീറ്റ് ചെയ്യും. പിന്നെ only such records will flow from IMS to GSTR 2B which are saved and filed also by supplier. That is, if there is any accepted record which is only saved by supplier but not yet filed or filed after GSTR 2B cut-off date will not flow to GSTR 2B of current return period. അതാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഇപ്പം എന്താണ്, ഈ ഇൻവോയ്സ് ഒക്കെ ഉള്ളതാണ്. ഈ ഇൻവോയ്സ് ഒക്കെ നമ്മുടെ സപ്ലയർ എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളെ IMS ഡയറക്റ്റ് വന്നിട്ട് അവിടെ നിൽക്കും ഈ ഇൻവോയ്സ് ഒക്കെ. പക്ഷേ അതിന്റെ റിട്ടേൺ ഒന്നും അയാൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അയാൾ ഫയൽ ചെയ്യുക, അയാൾ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ റിട്ടേൺ വരുന്നു. അപ്പോ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇവിടെ IMS നോക്കിയാൽ ഈ ബില്ലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ GSTR മറ്റേ നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യാത്ത, കഴിഞ്ഞ മാസത്താണെങ്കിൽ പോലും GSTR 1 അയാൾ ഫയൽ ചെയ്യാത്ത കേസും ഒക്കെ കാണാൻ പറ്റും. നമുക്കിതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ആക്സെപ്റ്റ് ചെയ്താലും നമ്മൾ GSTR 2B വരുന്ന ഫിഗേഴ്സ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ സപ്ലയർ റിട്ടേൺ ഫയൽ ചെയ്തിനോ എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ 2B വരികയുള്ളൂ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ പോലും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് GSTR 2B എന്താ വരാത്തത് എന്നുള്ളത് കാര്യം ഇതാണ്. സപ്ലയർ ചിലപ്പോൾ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഫയൽ ചെയ്താൽ മാത്രമേ 2B വരും. പിന്നെ എന്താണ്? ഇഫ് എനി ചേഞ്ച് മെയ്ഡ് ബൈ സപ്ലയർ ഇൻ സേവ്ഡ് റെക്കോർഡ് in respective return where recipient already took some action will get reset and appear as a fresh record on IMS of recipient. മനസ്സിലായില്ലേ? If any change made by supplier in saved record in respective return where recipient already took some action. മനസ്സിലായില്ലേ? അതെന്താണ്? എന്തെങ്കിലും ചേഞ്ച് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് എടുത്തതിന് സപ്ലയർ എന്തെങ്കിലും അമെൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിൽ ഗെറ്റ് റീസെറ്റ് ആൻഡ് അപ്പിയർ ആസ് എ ഫ്രഷ് റെക്കോർഡ് ഓൺ IMS ഓഫ് റെസിപ്പിയന്റ്. അത് റീസെറ്റ് ആയിട്ട് IMS ഫ്രഷ് റെക്കോർഡായിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്താലും നമ്മൾ ആ ഡിഫറൻസ് മാത്രമേ ഇൻപുട്ടിലേക്ക് റിഫ്ലക്ട് ആവുകയുള്ളൂ. നമ്മൾ 2B വരുമ്പോൾ, നമ്മൾ ഇൻപുട്ടിലേക്ക് വരുമ്പോൾ അത് റിഫ്ലക്ട് ആവുന്നത് നെറ്റ് എമൗണ്ട് മാത്രമേ. അതിൽ എന്താണോ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുള്ള ഇഫക്റ്റ് അത് മാത്രമേ വരൂ. If any record deleted by supplier from respective return where recipient already took some action will disappear from IMS dashboard also. മനസ്സിലായില്ലേ? If any record deleted by supplier delete ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും റെക്കോർഡ്, അത് എന്താ നമ്മുടെ IMS ഡിലീറ്റ് ആവുന്നതാണ്. മനസ്സിലായില്ലേ? ഇത് അഗ്രി ചെയ്താലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ യെസ് വാർണിംഗ്, യു ആർ അബൌട്ട് ടു അഗ്രി ടു ഓഫ്സെറ്റ് ലയബിലിറ്റി. ഇത് ഓഫ്സെറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്, റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യെസ് കൊടുക്കുന്നു. ഓഫ്സെറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ലയബിലിറ്റി ഓഫ്സെറ്റ് ഓഫ് ഫോർ ക്രെഡിറ്റ് ക്ലെയിം ഹാസ് ബീൻ ഡൺ സക്സസ്ഫുള്ളി. കൈൻഡ്ലി ഫയൽ ദ റിട്ടേൺ ത്രൂ EBS or DSC by clicking on proceed to file button. ഓക്കെ നമ്മൾ അടിക്കുന്നു. ഇവിടെ താഴെ proceed to file button ഉണ്ടാവും. കണ്ടില്ലേ? പ്രൊസീഡ് ടു ഫയൽ ബട്ടൺ എടുക്കുന്നു. അതിനിടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. ഈ കേസിൽ വേണ്ടില്ല. പ്രൊസീഡ് ടു ഫയൽ ബട്ടൺ എടുക്കുന്നു. നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ടിക്ക് ചെയ്യുക വെരിഫിക്കേഷൻ. അപ്പൊ ഇവിടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിന്റെ പേര് വരും. ഇവിടെ ഷബ്നയാണ്, ഷബ്ന എടുത്തു. ഫയൽ പ്രിവ്യൂ ഡ്രാഫ്റ്റ് GSTR 3B. ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം, അത്ര മാത്രമേ. ഇപ്പൊ പ്രിവ്യൂ എടുത്താൽ കാണാൻ പറ്റും. എന്താ വരാത്തെന്നറിയില്ല, ചിലപ്പോൾ നമ്മുടെ സൈറ്റ് അങ്ങനെ കളിക്കും. നമുക്ക് പ്രിവ്യൂ എന്തായാലും ഇപ്പൊ ആവശ്യമില്ല. ഫയൽ വിത്ത് EBC ഉണ്ട്, ഫയൽ വിത്ത് GSTR
ഫയൽ GSTR3B വിത്ത് DSC ഉണ്ട്. DSC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, EBC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്, അതായത് OTP വെച്ചിട്ട് ഇവരെ ഫോൺ നമ്പറിലേക്ക്, ഇവരെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിന്റെ ഫോൺ നമ്പർ, ഓതറൈസ്ഡ് സിഗ്നേറ്ററിനെ ഏതാണോ സെലക്ട് ചെയ്ത് അവരെ ഫോൺ നമ്പറിലേക്ക് നമുക്ക് ഫയൽ വിത്ത് EBC. അപ്പോ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ലേറ്റ് ഫീ ഡ്യൂ ടു ഗ്യാപ്പ് ബിറ്റ്വീൻ സബ്മിറ്റ് ആൻഡ് ഫയലിംഗ് ഓഫ് GSTR3B will be added in late fee payable in the next month's return from October onwards. October പണ്ടുള്ള മെസ്സേജ്, ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഒക്ടോബർ ഒന്നുമല്ല, മനസ്സിലായില്ലേ? അത് പണ്ട് വന്ന ഒരു മെസ്സേജ് ആയിരുന്നു. അപ്പോ എന്താണ്, ലേറ്റ് ഫീ വല്ലതും ഉണ്ടെങ്കിൽ ഡ്യൂ ടു ഗ്യാപ്പ് ബിറ്റ്വീൻ സബ്മിറ്റ് ആൻഡ് ഫയലിംഗ് ഓഫ് GSTR3B, നമ്മൾ GSTR3B ഫയൽ ചെയ്യുന്നതും സബ്മിറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലാണ് വരിക, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ ഡ്യൂ ഡേറ്റും നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്ത ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസിന്, ആ ഗ്യാപ്പിന് എന്തുണ്ടാവും, ലേറ്റ് ഫീ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റും വരും. അത് അടുത്ത മാസത്തെ റിട്ടേണിൽ ആഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത മാസത്തെ റിട്ടേൺ എടുത്താൽ ഈ കേസിൽ നമുക്ക് എത്ര ലേറ്റ് ഫീ ഉണ്ടാവും? ഇത് 20th ഫയൽ ചെയ്യേണ്ടതാണ് അല്ലെ, 20th ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോ 20th കഴിഞ്ഞു, ഇന്ന് എത്രയായി, 26th ആയി അല്ലെ. അപ്പോ 21, 22, 23, 24, 25, 26 എത്രയാണ്, എത്ര ദിവസമുണ്ട്? 6 ദിവസം. അപ്പോ 6 × 50 രൂപ വെച്ചിട്ട് വരും ഡെയിലി. അപ്പോ 300 രൂപ ലേറ്റ് ഫീ ഇപ്പൊ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് അടുത്ത മാസത്തെ റിട്ടേണിൽ കാണിക്കും. നമ്മളിവിടെ പ്രൊസീഡ് അടിക്കുന്നു. അപ്പൊ എന്താണ്, OTP വരും. ഈ OTP നമ്മൾ അടിച്ചു കൊടുക്കണം. ജിബിന OTP ഒന്ന് പറഞ്ഞാൽ മതി. 07 07 7A 72 അതെ, ഫയലിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ഇമെയിലിലേക്കും പോകും. ദിസ് മെസ്സേജ് ഈസ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ. ഇതിലേക്കും എന്ത് പോകും, നിങ്ങൾ ഫയലിംഗ് കംപ്ലീറ്റ് ആയാൽ ആ ഡീറ്റെയിൽസ് പോകും. GSTR3B ഓഫ് GST നമ്പർ ഫോർ ദ പീരീഡ് May 2026 has been successfully filed on 26/6/2026 at 21:51 9:51 ഫയൽ ചെയ്തു എന്ന് പറയുന്നത്. ദിസ് അക്നോളജ്മെന്റ് റെഫറൻസ് നമ്പർ എന്നതാണ്. GSTR3B can be viewed on your dashboard login. അതിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഡൗൺലോഡ് ഫയൽഡ് GSTR3B എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ വരേണ്ടതാണ്. ഷെയറിങ്ങിലുള്ളത് കൊണ്ടാണോ ഓപ്പൺ ആവാത്തത് എനിക്കറിയില്ല. ബാക്ക് അടിച്ചിട്ടൊന്നും കൂടി തിരിച്ചു വരാം. നമ്മൾ ബാക്ക് അടിക്കുന്നു, നമ്മൾ ഡാഷ്ബോർഡ് പോകുന്നു. ഡാഷ്ബോർഡിൽ പോയി ഫയൽ റിട്ടേൺസ് എടുക്കുന്നു. അതിൽ ഇയർ ഉണ്ട്. ഫസ്റ്റ് മെയ് സെലക്ട് ചെയ്യുന്നു, സെർച്ച് അടിക്കുന്നു. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, കണ്ടില്ലേ, ഈ 1A എന്ന് പറയുന്നത് എന്തായി, ഹൈഡായി. ഇനി 1A ഫയൽ ചെയ്യാൻ പറ്റില്ല, കാരണം 3B ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഡൗൺലോഡ് ഉണ്ട്, ഇപ്പൊ ഓപ്പൺ ആവുന്നുണ്ട്. ഇതാണ് GSTR3B ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇതാണ് GSTR3B ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? സ്ക്രീനിൽ വന്നിട്ടില്ല. ഇല്ല, അത് കാണാൻ ഞാൻ ഷെയർ ചെയ്യും. ഇല്ല, അതിൽ വന്നിട്ടില്ല. ഇല്ല, അത് കാണാൻ ഞാൻ ഷെയർ ചെയ്യും.
ഇതാണ് GSTR 3B നമുക്കിവിടെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? വന്നിട്ടില്ലേ? വന്നല്ലോ. സ്ക്രീൻ വന്നില്ല. വന്നില്ലേ? ഇതാണ് GSTR 3B. ഇതില് ഇയർ പറഞ്ഞിട്ടുണ്ട്, മന്ത് പറഞ്ഞിട്ടുണ്ട്, ബാക്കി രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ARN നമ്മളെ ഈ GST 3B ഫയൽ ചെയ്തതിന്റെ ARN ഉണ്ട്. ഡേറ്റ് ഓഫ് ARN 26 AR ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ അതിൽ കണ്ട കോളംസ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇത് അതിൽ ഫിഗേഴ്സ് ഒക്കെ ഉള്ളത് കാര്യമായിട്ടുണ്ടാവും. ഇതാ എന്താണ് 3.1 ഉണ്ട്. അതില് നമ്മുടെ ടേൺ ഓവർ ഉണ്ട്, അതിന് GST ഉണ്ട്, അതുപോലെ RCM ഉള്ളതുണ്ട്, അതിന്റെ ടേൺ ഓവർ GST, പിന്നെ നോട്ടിഫൈഡ് 95 ഔട്ട് ഓഫ് സപ്ലൈസ് മെയ്ഡ് ഇൻ 3.1, ഡീറ്റെയിൽസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് മുകളിലുള്ളതിൽ ഇതിൽ ഉൾപ്പെടുന്നതാണിത്. ഇതിവിടെ കൊടുത്ത ഇത് വെറും ഇൻഫർമേഷൻ മാത്രമാണ്. ഇതാണ് ഡാറ്റ. എലിജിബിൾ ITC എന്തൊക്കെയാണ് ആ കോളംസ് എല്ലാം ഉണ്ട്. നമ്മുടെ 8.5 551 ഈ മാസത്തത്, 10,204 ഇതൊക്കെയാണ് ഈ മാസത്തത്. എന്താണ് നെറ്റ് ITC അവൈലബിൾ, റിവേഴ്സൽ ഒന്നുമില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടാക്സ് പേബിൾ 3,960, അതിൽ നെറ്റ് പേബിൾ അത് തന്നെ. നമ്മൾ പെയ്ഡ് ത്രൂ ITC 3,960. പിന്നെ ഇവിടെ 8 രൂപ RCM താഴെ വേറെ കാണിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ അപ്പുറം ആദ്യം സമ്മറിയില്ലാത്ത മറ്റേ ഇതിൽ റിട്ടേണിൽ ശരിക്കും കണ്ടുകൊണ്ടിരുന്ന ഓൺലൈനിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഇതെല്ലാം ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ RCM എന്താണ് സെപ്പറേറ്റ് B എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, താഴെയുണ്ട്. കാരണം കുറെ കോളംസ് ഉണ്ടാവും ഇതിൽ. റിട്ടേണിലെ ഒരു ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. എയർപോർട്ട് ഷീറ്റിലൊക്കെ പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അത്ര ഒരുപാട് കോളംസ് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് താഴെ വന്നിട്ടുള്ളത്. ഓക്കെ, അതില് 9 രൂപ. ഈ 9 രൂപ ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷിന്റെ കോളത്തിൽ വന്നിട്ടുണ്ട്. ടാക്സ് ലയബിലിറ്റി ഡിക്ലെയർഡ് 9 രൂപ, 3,960, 3,960. ഇതൊക്കെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. താഴെ എന്താണ് വെരിഫിക്കേഷൻ ഇതുണ്ട്. ഇതാണ് റിട്ടേൺ. ഇതാണ് 3Bയുടെ റിട്ടേൺ. അത് നമ്മൾ ഫയൽ ചെയ്തു. ഇതാണ് 3Bയുടെ റിട്ടേൺ. അത് നമ്മൾ ഫയൽ ചെയ്തു. സർ, നമുക്കൊരു 5 മിനിറ്റ്സ് കൂടി എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ സെഷൻ വെച്ചാൽ നല്ലതായിരുന്നു. നമുക്ക് ഏതായാലും ഇത്രയും സമയം ആയല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പോർഷൻസ് ഒന്ന് പെട്ടെന്ന് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കാം. നിങ്ങളെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അദ്ദേഹം ദിനേശ്, അദ്ദേഹം അവിടെ ഉണ്ടോ അറിയില്ല. അവരെന്തോ ഒരു ഡൗട്ട്സ് അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ RCMമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ. ഇനിയിപ്പോ അഥവാ ഇപ്പം പെട്ടെന്ന് വരുന്നില്ല എങ്കിൽ പിന്നെ ചോദിച്ചാലും. അതെ, നമ്മൾ 3 സബ്മിഷൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നൽകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സപ്പോർട്ടാണ് ഇനി ഉണ്ടാവുക. നിങ്ങൾക്കുള്ള ഈ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഈ പറഞ്ഞ മേഖലകളിൽ ഈ നമ്മൾ ബേസിക്സ് മുതൽ രജിസ്ട്രേഷൻ, കോമ്പോസിഷൻ സ്കീമിലും അല്ലെങ്കിൽ റെഗുലർ സ്കീമിലൊക്കെ GST രജിസ്ട്രേഷൻ മുതൽ ഫയലിംഗ് വരെയുള്ള ഭാഗങ്ങളും ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടാകുന്ന അതുമായി പുതിയ അമെൻമെൻറ്റോ കാര്യങ്ങളോ വന്നാലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 1 ഇയർ വരെ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കിനി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഇനി നമ്മൾ നൽകുക. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ശരിക്കും തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞ് വിചാരിക്കുന്നു. ഡൗട്ട്സ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചോദിക്കാം, ഗ്രൂപ്പായിട്ട് ചോദിക്കാം, എങ്ങനെയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പരമാവധി ഗ്രൂപ്പിൽ ചോദിച്ചാണ് നല്ലത്. മെസ്സേജ് ഗ്രൂപ്പിലിട്ടാൽ അപ്പോൾ അതിനുള്ള റിപ്ലൈ ഗ്രൂപ്പിൽ തന്നെ കൊടുക്കുമ്പോൾ എന്തായി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നല്ലത് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതെല്ലാം ലൈവിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് പേഴ്സണൽ അയച്ചാലും കുഴപ്പമില്ല, ഗ്രൂപ്പിൽ അയച്ചാലും കുഴപ്പമില്ല. റിപ്ലൈ ഗ്രൂപ്പിൽ തന്നെ കൊടുക്കാൻ കരുതുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും സ്റ്റോപ്പ് ചെയ്യാന്ന് കരുതുന്നു. സാർ, നമ്മളിപ്പം ശരിക്കും നമുക്ക് ഫയൽ ചെയ്യേണ്ടാവും GSTR 1 മാത്രമേ. ബാക്കി ഇപ്പം ചെയ്യുന്നതൊക്കെ അതായത് നമുക്ക് ഫസ്റ്റ് നമ്മൾ GSTR 1 ഫയൽ ചെയ്തു. ഓക്കെ,
അതാണല്ലോ നമുക്ക് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് 2B നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ നമ്മളിപ്പം വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലാച്ചാല് 3B ജസ്റ്റ് നമുക്ക് പേയ്മെന്റ് സെറ്റിൽമെന്റിലേക്ക് പോകാനല്ലേ ഉണ്ടാവുള്ളൂ. അതില് പൊതുവെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അതെ അതെ ഞാൻ GSTR 1 വരാത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ഇപ്പം നമ്മുടെ അൺരജിസ്റ്റേർഡ് ആയ ഡീലർ എടുക്കുന്നത് നമ്മൾ വാങ്ങിയിരിക്കുന്ന പർച്ചേസിന്റെ മുകളിൽ വരുന്ന RCM വല്ലതും ഉണ്ടെങ്കിൽ, അതുപോലെ റെന്റിന്റെ RCM ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും 3Bയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല. ഓട്ടോമാറ്റിക് വരത്തില്ല. വരില്ല. GSTR 1 ഐറ്റംസും അതുപോലെ 2Bയിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ഒക്കെ 3Bയിലേക്ക് ഡയറക്റ്റ് വരികയുള്ളൂ. ഓക്കെ, അതായത് നമ്മളിപ്പോ 3Bയിൽ വരാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2Bയിൽ വരാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ RCM റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 3B ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അല്ലേ? അതെ, അത് വേണം. പിന്നെ അതുപോലെ തന്നെ 2Bയിൽ വന്ന കേസിൽ തന്നെ നമുക്ക് എലിജിബിൾ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ വേണം. അത് റിവേഴ്സ് ചെയ്യാൻ വേണം. ഓക്കെ സാർ, മെയിൻ ആയിട്ട് ഇതാണ് മെയിൻ ആയിട്ട്. അതെ, ഞാൻ സിമ്പിൾ ഫ്ലോ നോക്കിയാൽ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ സിമ്പിൾ ഫ്ലോയില് നമ്മൾ GSTR 1 ഫയൽ ചെയ്തു. അപ്പൊ 2B റിഫ്ലക്ട് ആയി, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 3Bയിൽ വന്നു. RCM ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ എലിജിബിൾ അല്ലാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പേയ്മെന്റ് സെറ്റിൽമെന്റിലേക്ക് പോകുന്നു. ഇതൊരു ഫ്ലോ വരുന്നല്ലേ? അതെ, ഇതില് നമ്മള് സാധാരണഗതിയില് ഇതില് വരാത്ത കാര്യങ്ങൾ, അതായത് നമുക്കിപ്പം എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന 2 ഫോംസ്, ഒന്ന് GSTR 1 നമ്മൾ ഫയൽ ചെയ്ത് തന്നെ അത് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2B, ഈ 2 ഫോമിൽ നിന്നാണ് നമുക്ക് GSTR 3Bയിലേക്ക് ഡാറ്റ വരുന്നത്, ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ്. അതിൽ വരാത്ത 2-3 കാര്യങ്ങളിൽ ഒന്ന് ഈ അൺരജിസ്റ്റേർഡ് ഡീലർ എടുക്കുക എന്നുള്ള സംഭവങ്ങൾ, അതുപോലെ നമ്മുടെ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റംസിന്റെ പർച്ചേസ് ഒക്കെ, ഇൻവാർഡ് സപ്ലൈ, അൺരജിസ്റ്റേർഡ് ഡീലർ അടിക്കുന്ന വാങ്ങിയ നോൺ ടാക്സബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊന്നും നമുക്ക് വേറൊരു വഴിയും വരില്ല, ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരില്ല. അത് നമ്മൾ തന്നെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ വരുന്നതാണ് ഈ നമ്മുടെ റിവേഴ്സ് ചെയ്യേണ്ട ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഇൻപുട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റില്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇൻപുട്ട് അലോക്കേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇൻപുട്ട് അലോക്കേഷന്റെ അത് ലാസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പേബിൾ ഒക്കെ എക്സസ് ആയിട്ട് വരും. അവരെ അലോക്കേഷൻ അത് നമുക്ക് എങ്ങനെയാ വരിക എന്ന് പറഞ്ഞാല്, നമുക്കിപ്പം IGST ഉണ്ട്, എനിക്കിപ്പോ CGSTയും SGSTയും പേബിൾ ഉണ്ട്, IGST ഇൻപുട്ടും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ സിസ്റ്റം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം IGST ഫുള്ള് മാക്സിമം CGSTയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ CGSTയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ IGST എനിക്കൊരു 1 lakh ഉണ്ട്, CGSTയിൽ പിന്നെ ഒരു 75,000 ഉണ്ട്, SGSTയിലും 75,000 ഉണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് എന്റെ ഇൻപുട്ട് ഉള്ളതെന്ന് വിചാരിച്ചു. IGSTയിൽ 1 lakh ഉണ്ട്, SGSTയിലും CGSTയിലും 75,000 ഈച്ച് ഉണ്ട്. ഓക്കെ, എനിക്ക് ലയബിലിറ്റി എന്ന് പറഞ്ഞാല് IGST അല്ല SGSTയിലും CGSTയിലും 1 lakh വീതം ലയബിലിറ്റി ഉണ്ട് ഔട്ട്പുട്ട്. അപ്പൊ ഈ കേസിൽ സിസ്റ്റം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം ഇൻപുട്ട് നോക്കും. ഒരു സെക്കൻഡ്, 75, 70. ആദ്യം ഇൻപുട്ട് നോക്കും. IGSTയിലുള്ള ഇൻപുട്ടാണ് ആദ്യം എടുക്കുക. ഈ IGSTയിൽ 1 lakh ആണ് ഇൻപുട്ട് ഉള്ളത്. സിസ്റ്റം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ CGSTയിലേക്ക് മാക്സിമം അലോക്കേറ്റ് ചെയ്യും. അതായത് 75,000 CGSTയിലേക്ക് പോകും. അപ്പൊ ബാക്കിയുള്ള 25,000 SGSTയിലേക്ക് അഡ്ജസ്റ്റ് ആവുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ SGSTയിലേക്ക് 25,000 അഡ്ജസ്റ്റ് ആവുമ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ, ഇൻപുട്ട് ഇപ്പം IGSTന്റെ ഇൻപുട്ട് 75,000 അവിടെ ബാലൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ SGSTന്റെ ഇൻപുട്ട് നിങ്ങൾ നോക്കിയാൽ ഈ 25 കഴിച്ച് ബാക്കി 50,000 അതിൽ നിന്ന് എടുക്കും. അപ്പൊ 25,000 അല്ല 1 lakh അല്ലേ ലയബിലിറ്റി ചെയ്യാൻ പറഞ്ഞു. അപ്പോ 25 കഴിച്ച് 75,000 അതിൽ നിന്ന് എടുക്കും. ഒന്നും ഉണ്ടാവില്ല.
അതായത് ഇൻപുട്ട് ശരിക്ക് നമുക്ക് IGST CGST SGST വേണേൽ IGST ആയിട്ട് അലോക്കേറ്റ് ആവാം, അല്ലെങ്കിൽ IGST ഡയറക്റ്റ് IGST ആയിട്ട് അലോക്കേറ്റ് ആവാം. അതല്ലാതെ IGST ആണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഉപയോഗിക്കാൻ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ലാസ്റ്റ് നോക്കുമ്പോൾ 75,000 CGST ഇൻപുട്ട് ബാക്കിയുണ്ട്. പക്ഷേ SGST നോക്കിയാൽ 0 ആണ് ഇൻപുട്ട് ബാക്കി. മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്രാവശ്യം അടുത്ത മാസത്തെ റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇൻപുട്ട് ഇല്ല എന്ന് തന്നെ വിചാരിച്ചു. മനസ്സിലായില്ലേ? രണ്ട് ഇൻപുട്ടും ഇല്ലാത്ത സമയത്ത് ഇൻപുട്ട് നിങ്ങൾക്ക് രണ്ടും ഇല്ല, ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അത് രണ്ടെണ്ണത്തിൽ 25,000 ഉള്ളതെന്ന് വിചാരിച്ചോ. ഇവിടെ നിങ്ങൾക്ക് SGST-ലും CGST-ലും 25,000 ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷെ ഇൻപുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ ബാക്കി 75,000 CGST-ലുണ്ട്, SGST-ൽ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ 25,000-ന്റെ അഗെയിൻസ്റ്റ് CGST-ന്ന് 25,000 CGST-ലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, അത് ക്ലോസ് ആയി. പക്ഷെ SGST-ൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 25,000 അടക്കേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് അവിടെ 50,000 CGST-ൽ ക്രെഡിറ്റ് ബാക്കി കിടക്കുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റില്ല. അത് റോങ് അലോക്കേഷൻ വന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അതാണ് പ്രശ്നം. അത് CGST-ലേക്ക് CGST ഇൻപുട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, SGST-ലേക്ക് SGST ഇൻപുട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എവിടെയെങ്കിലും റോങ് അലോക്കേഷൻ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാലൻസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതെ, അത് നമ്മളെടുക്കാൻ വന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് ക്ലയന്റ് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡീലർ എന്ത് ചെയ്യേണ്ടി വരും? പിന്നെയും 25,000 അടക്കേണ്ടി വരും, 50,000 അവിടെ വെച്ചിട്ട് കൂടെ അടക്കേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും ഇത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ സാർ, അങ്ങനെയാണ് ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ GSTR 1 ഫയൽ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 2A റിഫ്ലക്ഷൻ വരുന്നു, 2B നമ്മൾ നോക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ 3B വരുന്ന സമയത്ത് ബാക്കി രണ്ട് കേസും ഓക്കെ ആണെങ്കിൽ RCM ഉണ്ടോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും റിവേഴ്സ് നമുക്കൊരു 1A ഉണ്ട്. 1A വേണമെങ്കിൽ എഡിറ്റിംഗ് വരുവാണെങ്കിൽ 1A വരാം. പിന്നെ നമ്മൾ RCM-ലേക്ക് എന്തെങ്കിലും റിവേഴ്സൽ RCM ഉണ്ടെങ്കിൽ അതോടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ റിവേഴ്സൽ ഏതെങ്കിലുമൊക്കെ റോങ് ആയിട്ടുള്ളത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. അതിനുശേഷം അതേപോലെ ഇൻപുട്ട് അലോക്കേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പേയ്മെന്റ് സെറ്റിൽമെന്റിലേക്ക് പോകുന്നു. ഇതല്ലേ കറക്റ്റ് ഫ്ലോ വരുന്നല്ലേ? ഓക്കെ സാർ, താങ്ക് യു സാർ. ജസ്റ്റ് ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വരാമല്ലോ. പിന്നെ ചെറിയൊരു സംശയം. അതെ, ഇത് 3B കുറച്ച് സിമ്പിൾ ആണ്. പക്ഷെ ഇൻപുട്ടിന്റെ അലോക്കേഷനും അഡ്ജസ്റ്റ്മെന്റും അതുപോലെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇൻപുട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഒരുപാട് നോട്ടീസസ് വരും. കാരണം അവര് മാക്സിമം GST ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഇൻപുട്ട് തരാതിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് അവര് നോക്കുക. അപ്പൊ നിങ്ങൾ മാക്സിമം ഇൻപുട്ട് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും നോക്കുക. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നടക്കുക. ഓക്കെ സാർ, എനിവേ താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, ശരി സാർ. ഓക്കെ സാർ, എനിവേ താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് സാർ. അപ്പം ഇതിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യത്തെ വർക്ക് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്താൽ നമുക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് സപ്പോർട്ട് തരും. അതൊരു കാര്യം. പിന്നെ ഈ ഒരു ഇഷ്യൂ വരുന്നത് പൊതുവെ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ കൂടി വരുന്ന കേസിലാണ് സാർ. അതാണ് നോർമലി ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിൽ പ്രശ്നം വരിക. നമ്മുടെ ഇൻട്രസ്റ്റേറ്റിൽ പർച്ചേസ് ചെയ്തിട്ട് ലോക്കലി സെയിൽ നടത്തുന്ന കേസ് ഉണ്ടാവും പലപ്പോഴും. മനസ്സിലായില്ലേ? കേരളത്തിന് പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ വിൽക്കുന്ന ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് ആ ഇഷ്യൂ വരിക. കാരണം അവർക്ക് ഇൻപുട്ട് കംപ്ലീറ്റ് IGST ആയിരിക്കും, പക്ഷേ ഔട്ട്പുട്ട് CGST SGST ഈക്വൽ ആയിട്ടാ വരിക. പക്ഷെ ഈ അലോക്കേഷൻ റോങ് ആയിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? CGST-ൽ പേബിൾ ഇത് ഇൻപുട്ട് അവിടെ കുറെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും, പക്ഷെ SGST-ൽ ബാലൻസ് ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥ. അപ്പോ അത് നമ്മൾ ഈക്വൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകണം. വേറെ എന്തെങ്കിലും? ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്. നമ്മളിനി
ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും ഗ്രൂപ്പോ മറ്റോ കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നതല്ല. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 1 ഇയർ സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് ആണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയർ സപ്പോർട്ടോടുകൂടി ഇത് ചെയ്യാത്തവരൊക്കെ അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കമ്പനി രജിസ്ട്രേഷൻ മുതൽ ഈ പറഞ്ഞ പോലെയുള്ള പോർഷൻസ് നിങ്ങൾ ചെയ്തു നോക്കണം. അതിൻ്റെ ട്രെയിനിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതാണ് ഇനി അടുത്ത ഭാഗങ്ങളുണ്ടാവുക. ലൈവ് എന്നത് പൊതുവേ കോമൺ ആയിട്ട് വിളിക്കത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിയൽ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ചെയ്യുന്ന സമയത്തോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ പൊതുവേ പറയുന്നതാണ് 24 hours നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ നൽകുന്നതായിരിക്കും. അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ സന്തോഷമായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് വിട്ടോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പരമാവധി നമ്മളെ ഗ്രൂപ്പിൽ അതേപോലെ നമ്മൾ സിമുലേഷൻ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴേ സാറ് കുറച്ചൊക്കെ വീഡിയോസും ഷെയർ ചെയ്യാം, റെക്കോർഡഡ് സെഷൻ ഷെയർ ചെയ്യുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ജസ്റ്റ് 1 to ഓരോരോ ആ ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നൊരു റെക്കോർഡഡ് സെഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമുലേഷനിൽ ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. എനിക്ക് ജസ്റ്റ് 1 ഒക്കെ സാർ ഓൾറെഡി തന്നിട്ടുണ്ട്. ലാസ്റ്റിലത്തെ അല്ല, ഞാനത് അവിടെ സ്റ്റോപ്പ് ആയെന്ന് വെച്ചാൽ നമ്മളത് 1 ചെയ്തിട്ട് നിങ്ങൾ സബ്മിഷൻ കൊടുത്താൽ ഞാൻ കരുതുന്നു അതിനൊരു ചെറിയ മാറ്റം വരുത്തി. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ 2 ടീമായിട്ട് 2 സ്ഥാപനങ്ങളുടെ വർക്ക് പോലെ ചെയ്തിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ്. മാക്സിമം അത് ക്ലിക്കാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ GSTR 1 പിന്നെ നിങ്ങൾ അതിനെ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ B2B B2C ലാർജ് സ്മോളൊക്കെ നിങ്ങൾ സ്വയമേ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാം. പിന്നെ GSTR 2 കമ്പാരിസൺ നടത്തുന്നു, 3B സബ്മിറ്റ് ചെയ്യുന്ന രീതി നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന രീതിയിൽ ഒരു നോക്കുന്നുണ്ട്. നമുക്ക് ടീമിനെ ഉണ്ടാക്കി ഇപ്പോൾ ഈ ടീമിനെ തന്നെ വെച്ചുകൊണ്ട് 2 ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഡീറ്റെയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് പലർക്കും ആരൊക്കെ 1-2 പേര് ഡൗട്ട്സ് എന്തൊക്കെയോ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അവർ ഇനി ഒന്ന് ഇൻഡിവിജ്വൽ അയച്ചാലും മതി. നിങ്ങൾ വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ വോയിസ് മാർക്ക് ചെയ്തിട്ട് റിപ്ലൈ തരാം. ശരി, എല്ലാവരും വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. സ്റ്റോപ്പ് ചെയ്ത് ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സർ.